എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സെഷൻ നമ്മൾ സംസാരിക്കുന്ന പൊതുവിടങ്ങളെ കുറിച്ചാണ്. കേരളത്തിലെ പൊതുവിടങ്ങൾ ഇങ്ങനെ മതിയോ എന്നാണ് ടൈറ്റിൽ. അപ്പോൾ ഇതിന്റെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ, ഞാനിവിടെ പ്രോഗ്രാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിനോദിൻ്റെ അടുത്ത് വന്നപ്പോൾ വിനോദ് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, അത് മോഡറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ഏരിയയിൽ നമ്മളുള്ള ആളല്ല, പക്ഷെ പൊതുവിടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം വ്യാപ്തിയുള്ളൊരു ടൈറ്റിലാണ്. ഇപ്പോഴ് പ്രത്യേകിച്ച് ഈ 21ാം നൂറ്റാണ്ടിൽ നമ്മൾ ഡിജിറ്റൽ സ്പേസസിൽ ഇൻവോൾവ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, ഈ നമ്മുടെ പകുതിയിലധികം സമയവും മൊബൈലിലും ഡിജിറ്റൽ ഏരിയയിലും പോകുന്നുണ്ട്. അത് നമ്മുടെ ലൈഫിന്റെ തന്നെ ഭാഗമായി അറിയാതെ ലൈഫിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഈ പൊതുവിടങ്ങളിൽ നിന്നുള്ള ഡെഫിനിഷൻ തന്നെ വളരെ വ്യാപ്തിയുള്ളതാണ്. അപ്പം കേരളത്തിലെ പൊതുവിടങ്ങൾ അതിന്റെ എങ്ങനെ അത് ഡെവലപ്പ് ചെയ്യാം, എന്താണ് അതിന്റെ പ്രശ്നങ്ങൾ എന്നുള്ളതിലാണ് നമ്മൾ ടോപ്പിക്ക് ഫിക്സ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പം ഇത് തുടങ്ങാനായിട്ട് നമ്മളൊരു എല്ലാവരും വരുന്ന മുമ്പ് ഒരു ബേസ് ഗ്രൗണ്ടിനായിട്ട് എന്താണ് നമ്മൾ പൊതുവിടങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു 2 വാക്ക് വേണു സാർ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും. താങ്ക് യു. ഈ സുപ്രധാനമായ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ ആദ്യം രേഖപ്പെടുത്തുകയാണ്. പൊതുവിടങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് തന്നെ ഒരു ധാരണയുണ്ട്. എന്നാലും നമ്മൾ ഈ ഒരു ചർച്ചയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു ആരംഭത്തിൽ തന്നെ സംസാരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ചുരുക്കത്തിൽ ഇങ്ങനെയാണ് ഞാൻ കാണുക. ഒരു പൊതുവിടം എന്ന് പറഞ്ഞാൽ അഭിപ്രായങ്ങൾ ശേഖരിക്കുവാനും മനസ്സിലാക്കുവാനും അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകാശിപ്പിക്കുവാനും അന്യോന്യം സംവദിക്കുവാനുമുള്ള ഏതൊരിടവും ഒരു പൊതുവിടമാണ്. നമ്മുടെ മനുഷ്യ സമൂഹത്തിന്റെ ആത്യന്തികമായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് സോഷ്യലൈസേഷൻ. അപ്പൊ ഈ സോഷ്യലൈസേഷൻ ഇട നൽകുന്ന ഏതൊരു സ്ഥലവും, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ഡിജിറ്റൽ സ്പേസ് ഉണ്ടെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ അതൊരു ഫിസിക്കൽ സ്പേസിന്റെ രീതിയിൽ ചർച്ച പോയാൽ നന്നാവും. അങ്ങനെയുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സ്പേസിൽ ഒരാൾ വന്നിരിക്കുന്നു, ആ ആളോട് പ്രത്യേകം ബന്ധങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് അതേ ഇടത്തിൽ തന്നെ ആ സ്വാതന്ത്ര്യത്തോട് വന്നിരിക്കാനും അവർ തമ്മിൽ സംവദിക്കാനും അവർ തമ്മിൽ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുവാനും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച നടത്തുവാനും ഒക്കെയുള്ള ഒരിടം. നമ്മുടെ നാട്ടിൽ ഈ പൊതുവിടങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അതിൽ എന്താണ് അതിന്റെ പ്ലസും മൈനസും ഒക്കെ മാറ്റിവെച്ചിട്ട് നമ്മൾ പിന്നോട്ട് ചിന്തിക്കുകയാണെങ്കിൽ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ നഗരങ്ങളിലും ഒക്കെ തന്നെ പ്രത്യേകിച്ചും നമ്മുടെ ഗ്രാമീണ ഇടങ്ങളിൽ വളരെ സജീവമായിട്ടുള്ള പൊതുവിടങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അത് അമ്പലപ്പറമ്പുകളാകട്ടെ, പള്ളിപ്പറമ്പുകളാകട്ടെ, കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന മാർക്കറ്റ് പ്ലേസസ് ആകട്ടെ, ചന്തയുടെ ഭാഗമായി നിൽക്കുന്ന സ്ഥലങ്ങളാകട്ടെ, കള്ള് ഷോപ്പുകളാകട്ടെ, ചായക്കടകളാകട്ടെ, അങ്ങനെയുള്ള ഇടങ്ങളിലെല്ലാം ഈ വൈബ്രന്റ് ആയിട്ടുള്ള ഇന്റർചേഞ്ച് ഓഫ് ഐഡിയാസ്, ഇന്റർചേഞ്ച് ഓഫ് കൾച്ചറൽ എന്താണ് നമ്മുടെ കൾച്ചറൽ ക്യാപിറ്റൽ അന്യോന്യം വിനിമയം നടത്തുന്ന ഒരിടമായിട്ടാണ് ഇതിനെ കാണേണ്ടതെന്ന് തോന്നുന്നു. താങ്ക് യു സാർ. അപ്പം നമ്മൾ കേരള എന്ന് പറഞ്ഞാല് നമ്മളുടെ ഐഡന്റിറ്റി ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇങ്ങനെ ഒരു ഇമേജ് വരാൻ പ്രധാനമായിട്ടുള്ള ഒരു കാരണം ഇവിടെയുള്ള ജനങ്ങളും അവരുടെ കൾച്ചറും അത് രൂപപ്പെടുത്തിയ പബ്ലിക് ഏരിയകളുമാണ്. അപ്പം പബ്ലിക് ഏരിയ ജനങ്ങളെ രൂപപ്പെടുത്തിയോ അല്ല ജനങ്ങൾ പബ്ലിക് ഏരിയ രൂപപ്പെടുത്തിയോ എന്നുള്ളത് ഇന്റർ റിലേറ്റഡ് ആണ്. പക്ഷെ പബ്ലിക് സ്പേസസ് ഡിസൈൻ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള സാറ് പറഞ്ഞ പോലെ ജനങ്ങൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ ആയാലും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒരുമിച്ച് പരിപാടികൾ നടത്താനും അന്യോന്യം മനുഷ്യരെ മനസ്സിലാക്കാനുമുള്ള ഒരു ഇടമാണ് ഈ പബ്ലിക് സ്പേസസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ യുണീക്നെസ്, കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ പറ്റുന്ന, അതായത് കേരളത്തിന്റെ യുണീക് സ്പേസസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഐഡിയ എന്താണ് താങ്കളുടെ അഭിപ്രായത്തിൽ? എല്ലാവർക്കും നമസ്കാരം. വേണുവട്ടം പറഞ്ഞതുപോലെ ഇത്രയും നല്ല ഇത് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടി. അതേപോലെ തന്നെ ബോസും വേണുവട്ടനും സനത്തും പോലെയുള്ള ആൾക്കാരുടെ കൂടെ വേദി പങ്കിടാൻ പറ്റുന്നു. ഇതൊക്കെ വലിയൊരു പൊതുവിടങ്ങളിലേക്കുള്ള കടന്നുകയറ്റത്തിന്റെ ഭാഗമായി കിട്ടിപ്പോകുന്ന ഒരു അസുലഭ സന്ദർഭങ്ങളായിട്ട് തന്നെ ഞാൻ ഇതിനെ കാണുന്നു. സൂപ്പിക്ക സദസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട വയനാടൻ
കുത്തക എന്നൊക്കെ പറയാവുന്ന ഒരാൾ, അദ്ദേഹം കണ്ടപ്പോൾ തന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചു, നിങ്ങളെന്താ പൊതുവിട തൊഴിലാളിയായി മാറിയോ? എവിടെ ഏതൊക്കെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിലെങ്കിലും അവിടെയൊക്കെ പൊതുവിടങ്ങളെ പറ്റി സംസാരിക്കാനായി ഒരു കുത്തക നിങ്ങളും ഏറ്റെടുത്തുവോ എന്നുള്ള ആ ചോദ്യത്തിൽ കൃത്യമായ ഒരു ഉത്തരവും ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ അതാണിപ്പോ സ്വന്തമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ ഒരു ഇടം എങ്ങനെ എത്തിപ്പെടുന്നു, അല്ലെങ്കിൽ അതിൽ കേരളത്തിന്റെ തനതായ ഇടം ഏത് എന്നൊക്കെയുള്ള ഒരു ചോദ്യത്തിന് വേണുവേട്ടൻ തുടങ്ങി വെച്ചതുപോലെ ഞാനൊരു ഗ്രാമപ്രദേശങ്ങളിൽ വളർന്ന് വിദ്യാഭ്യാസവും അവിടെ നടന്ന് ഒരു പൊതുപ്രവർത്തകന്റെ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ പൊതുയിടങ്ങളെ പറ്റിയിട്ടുള്ള വ്യക്തമായ ധാരണ, അല്ലെങ്കിൽ പൊതുവല്ലാത്ത ഇടങ്ങൾ എന്ത് എന്നുള്ളതിനെ പറ്റി ഒരു അറിവില്ലായ്മ തന്നെ സത്യത്തില് ബാല്യത്തിലും വളർച്ചയിലും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ആ ഒരു അർത്ഥത്തില് കേരളത്തില് എല്ലാം പൊതുയിടങ്ങളായിരുന്നു. ഒരു വീടും വീടിന്റെ സമീപവും പറമ്പുകളും മതിലുകളില്ലാത്ത പറമ്പുകളും ഒക്കെ ഒരു പൊതു എന്ന് പറയുന്ന വാക്കിന് വലിയ രീതിയിലുള്ള ഒരു അർത്ഥം അന്നേ കൈവന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഗ്രാമീണ വായനശാലകള്, ചായ ഷോപ്പുകള്, ബാർബർ ഷോപ്പുകള്, ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധികളെ പറ്റിയും പ്രകമ്പനങ്ങളെ പറ്റിയൊക്കെ ബാർബർ ഷോപ്പുകളിലാണ് ഏറ്റവും ശക്തമായ ചർച്ചകൾ അന്ന് നടന്നിരുന്നതെന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഒരു ആർക്കിടെക്ചർ എഡ്യൂക്കേഷൻ കഴിഞ്ഞു പ്രാക്ടീസിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പൊതു സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലേക്ക് വാസ്തുശില്പികളുടെ ഇടപെടലുകൾ പൊതുവെ കുറവാണ്. എല്ലാവരും ഒരു അത് സമൂഹവും അങ്ങനെ തന്നെ വാസ്തുശില്പിയെ കാണുന്നു, വാസ്തുശില്പിയും സമൂഹത്തെ അങ്ങനെ കാണുന്നു. അതായത് ഒരു പൊതു എന്ന് പറയുന്ന ഒരു വാക്ക് ആർക്കിടെക്റ്റിന് വേണ്ട, അത് എന്റെ വീട് ചെയ്യാൻ, എന്റെ സ്ഥാപനം ചെയ്യാൻ എന്ന് സമൂഹം കാണുകയും ആർക്കിടെക്റ്റും അങ്ങനെ തന്നെ തെറ്റിദ്ധരിക്കുകയും ഒരു ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ടോ ഒരു എൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടോ മാത്രം ഇടപെടേണ്ട ഒരാളാണ്. അതിനാണ് നിങ്ങളുടെ പഠനം സഹായിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് അതിനാണുള്ളത് എന്നുള്ളൊരു തലത്തിൽ നിന്ന് പൊതുസമൂഹം അല്ലെങ്കിൽ പൊതുവിടം എന്നുള്ള ഒരു ഭാഗത്തേക്ക് വളരെ ശക്തമായിട്ട് ഇറങ്ങാൻ കഴിഞ്ഞ ഒരു ആർക്കിടെക്റ്റ് ആണ് ഞാൻ, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ഒരു വലിയൊരു വാസ്തുശില്പി സമൂഹം. പ്രത്യേകിച്ച് കോഴിക്കോട് ബേസ്ഡ് ആയിട്ട് തുടങ്ങിയ ഒരു വലിയ ഇടപെടലുകളുണ്ട് പൊതുസമൂഹത്തിലേക്ക്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് പബ്ലിക് പ്രൊജക്ടുകളും പൊതുയിടങ്ങളും വളരെ വലിയ രീതിയിൽ ഇടപെട്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഒരു റെക്കഗ്നിഷനുമാണ് ഈ പൊതുസമൂഹങ്ങളെ പറ്റിയും പൊതുയിടങ്ങളെ പറ്റിയിട്ടും സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഇൻവിറ്റേഷൻ. അപ്പൊ കേരളത്തിലെ പൊതുയിടങ്ങൾ എന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന സംഗതികളെല്ലാം വേണുവേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. ചായക്കട മുതൽ കള്ള് ഷോപ്പ് വരെ എന്നുള്ള സംഗതികളിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് ആ പൊതുയിടങ്ങളുടെ ഇന്ററാക്ഷനും അതിലൂടെ ഉണ്ടാവുന്ന ഒരു മെന്റൽ ഹെൽത്ത് എന്നുള്ളതിനേക്കാൾ അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫിസിക്കൽ ഹെൽത്തിന്റെ ഒരു ഫാക്ടറും അതിലുണ്ടായിരുന്നു. ഒരു റൂമിലിരുന്ന് എല്ലാം വിരൽത്തുമ്പിലെത്തുമ്പോൾ, ഭക്ഷണം അടക്കം അവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ നിന്നും 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ പോയി വായനശാലയിൽ ഇരുന്ന് കാര്യങ്ങൾ സംസാരിച്ച് പോകുന്ന വഴിക്ക് കാണുന്നവരൊക്കെ അഭിവാദ്യം ചെയ്ത് അവിടുന്ന് മേ ബി ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു വരികയോ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുണ്ടാവുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു മാറ്റമുണ്ടല്ലോ, മാനസികവും ശാരീരികവുമായിട്ടുള്ള മാറ്റം. അത് വലിയ രീതിയിൽ നമ്മൾ അഭിസംബോധന ചെയ്യപ്പെടേണ്ട, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വലിയ കാര്യമായിട്ടാണ് പൊതുയിടങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്. ഒന്ന്. രണ്ട്, അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സാധനമാണ് പൊതുബോധം അല്ലെങ്കിൽ ബോധ്യം. പ്രത്യേകിച്ച് ആ പൊതു ഇടങ്ങളെ നമ്മൾ ഡീൽ ചെയ്യേണ്ട സംഗതികൾ, അല്ലെങ്കിൽ വേസ്റ്റ് കൊണ്ടിടുന്ന കാര്യങ്ങൾ മുതലുള്ള ഒത്തിരിയധികം കാര്യങ്ങളുണ്ട്. അപ്പൊ ആ പൊതു ഇടം എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളെ, ആരോഗ്യപരമായും മാനസികപരമായും അതേപോലെ തന്നെ പരിസര മലിനീകരണവും ശുചിത്വവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇത് കേരളത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ട് നല്ലതിൽ നിന്ന് ചീത്തയിലേക്ക് നമ്മൾ വന്ന ആ ഒരു വഴി നമുക്ക് കൃത്യമായിട്ട് കാണാനും സാധിക്കും എന്നുള്ളത് കൊണ്ട് അത് പറഞ്ഞു വെച്ചു. താങ്ക് യു. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. അത് നമ്മൾ അതിലേക്ക് തിരിച്ചു വരാം. പക്ഷെ ഈ ഒരു ഇതിൽ എനിക്ക് അടുത്ത ലെവലിലേക്ക് പോവാണെങ്കിൽ ഇപ്പം വേണുവേട്ടൻ പറഞ്ഞ പോലെ പിന്നെ കേരളത്തിനൊരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആലോചിക്കുക ഈ ഒരു ടീ ഷോപ്പായിരിക്കാം, കള്ള് ഷോപ്പായിരിക്കാം, അല്ലെങ്കിൽ ബാർബർ ഷോപ്പായിരിക്കാം. അവിടെ ജനങ്ങൾ കൂടുകയും അവരുടെ പേഴ്സണൽ അല്ലാതെ എല്ലാ തരത്തിലുള്ള ചർച്ചകളും ഒരു പൊതുവായൊരു ഈ പറഞ്ഞ പോലെ പൊതുബോധം ഉയർത്താനുള്ള ഒരു വേദിയായിട്ടാണ് കേരളത്തിൽ കാണുന്നത്. അത് കേരളത്തിന്റെ ഒരു ഇമേജ് ആയിട്ട് മനസ്സിലാക്കാം. പക്ഷെ ഇപ്പം ഈ കാലം മാറുന്നതിനനുസരിച്ച് ജനങ്ങൾ ജീവിത രീതി മാറി, വ്യത്യസ്തമായ ആൾക്കാർ വരാൻ തുടങ്ങി, പിന്നെ കൂടുതൽ ലോകത്തിന് ഒരു എക്സ്പോഷർ ഉണ്ടായി. അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ ഈ പിന്നെ
പ്രത്യേകിച്ച് നമ്മുടെ കൂടെ പ്രശസ്തനായ ചിത്രകാരൻ ബോസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർട്ട് എന്ന് പറയുന്നത് വളരെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ഒരാളുടെ എക്സ്പ്രഷൻ അത് എന്താണ് പറയുക ഒരു പ്രത്യേക ഗ്രൂപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ആർട്ടിനെ പൊതു സ്ഥലത്തേക്ക് കൊണ്ടുവരാനാണ് ഒരു വലിയൊരു വേദി സൃഷ്ടിക്കുകയാണ് ബിനാലെ എന്നുള്ള ഒരു കോൺസെപ്റ്റിലൂടെ. നമുക്ക് നമ്മുടെ ചുറ്റുപാടുകൾ നോക്കിയാൽ പലതരത്തിലും നമ്മൾ ആർട്ടുമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഒരു ചുമരെഴുത്തായാലും ശരി, ഒരു പൊതു ആയുള്ള അമ്പലത്തിലോ പള്ളിയിലോ ഉള്ള ഒരു ചിത്രം വരെയായാലും ശരി, പല രീതിയിലും നമ്മൾ ആർട്ടോട് എക്സ്പോസ്ഡ് ആണെങ്കിലും ഒരു ഇന്റർനാഷണലി നമ്മളെ കേരളത്തിലേക്ക് ഒരു സ്റ്റേജ് ഉണ്ടാക്കിയും അത് കേരളത്തിന് തന്നെ ഒരു എന്താണ് പറയാ ഒരു അട്രാക്ഷനായി മാറുകയും ചെയ്ത കൊച്ചി ബിനാലെ ഒരു സ്റ്റാർട്ടിങ്ങിന്റെ തോട്ടിനെ കുറിച്ച് ഞാൻ ബോസിനോട് പറയാൻ ചോദിക്കുന്നു. നമസ്കാരം. ഈ വേദിയിലേക്ക് ക്ഷണിച്ച വിനോദ് ജോസിനും നാട്ടുകാർക്കും വയനാട് WLF-ന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. വേണു സാറ് പറഞ്ഞതും നമ്മുടെ ആർക്കിടെക്ട് സുഹൃത്ത് പറഞ്ഞതും ഞാൻ കേൾക്കാനിരിക്കുന്ന താങ്കളുടെ കാഴ്ചപ്പാടുകൾ, പൊതുവിടങ്ങളെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾ വളരെ വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ടും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വളരെയധികം കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാനില്ല. പക്ഷെ ഐ ഫീൽ ഇത് വിനോദ് പറഞ്ഞതുപോലെ വീട്ടിൽ നിന്നാണ് ഒരുപക്ഷെ നമ്മൾ പൊതുവിടങ്ങളെ തിരിച്ചറിയേണ്ടത്. അടുക്കളയും വാഷ്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ് എന്ന് പറയുന്ന സ്ഥലം, ഈ സ്ഥലങ്ങളിൽ രണ്ട് സ്ഥലങ്ങളും ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട you have to keep it very clean. Also aesthetically you have to look at both the places, അതുപോലെ തന്നെ ഇത് കുടുംബത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഹൈ ഡെൻസിറ്റി സ്റ്റേറ്റ് ആണ് കേരളം. There are 3 times more than മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. അപ്പൊ കേരളത്തിലെ പൊതുയിടങ്ങള് കണ്ടെത്തുക അല്ലെങ്കിൽ സ്ഥാപിക്കുക അല്ലെങ്കിൽ പുനർനിർമ്മിക്കുക ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ അത് we can take it with the time also. വാഹനങ്ങൾ, ബസ് സ്റ്റോപ്പുകൾ, പബ്ലിക് ലൈബ്രറികൾ, ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ പുതിയ പുതിയ കാഴ്ചപ്പാടിലൂടെ കാണേണ്ടത്. ഇപ്പൊ താങ്കൾ ചോദിച്ച കൊച്ചി ബിനാലെ എങ്ങനെയാണ് ആരംഭിച്ചത്, ഇതെല്ലാം ഒരു പ്രത്യേകിച്ച് നമ്മളൊരു ആർട്ട് എന്ന് പറയുമ്പോൾ വളരെ ഒരു പേഴ്സണൽ ആയിട്ടതും ഒരു ആക്ടിവിറ്റിയാണ്. പിന്നെ ഒരു അതൊരു തെറ്റായ ധാരണയാണ് കേട്ടോ. ആർട്ട് ഈസ് നോട്ട്, അത് റൊമാൻറ്റിസൈസ്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ആർട്ട് ഈസ് ഓൺലി ഫോർ യുവർ സെൽഫ്. അത് ജനങ്ങളെ എത്തിക്കാൻ പറ്റിയെന്നില്ലെങ്കിൽ കല ചെയ്തിട്ടുണ്ട് കാര്യം. ഐ ബിലീവ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി സീൻ ബൈ ഈച്ച് ആൻഡ് എവറി വൺ. ഇപ്പൊ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ആ നാട്ടിലെ ആൾക്കാർ ആ പ്രോജക്റ്റിനോട് ബഹുമാനം കാണിക്കുന്നില്ലെങ്കിൽ ആ പ്രോജക്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ കൊച്ചി ബിനാലെ ആരംഭിക്കുന്ന സമയത്ത് അത് ഞാൻ നിമിത്തമാണെന്ന് പറയുന്നത് ഡോക്ടർ വേണു ഈസ് ഓൾസോ ഹിയർ. വെൻ ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ദിസ് പ്രോജക്റ്റ്, ഇതിന്റെ ആരംഭം ശ്രീ MA ബേബി എഡ്യൂക്കേഷണൽ മിനിസ്റ്ററും കൾച്ചറൽ മിനിസ്റ്ററും ആയിരിക്കുന്ന സമയത്ത് മുംബൈയിൽ എൻ്റെ വീട്ടിൽ വരികയും വീട്ടിൽ വന്ന് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ കലയിലൂടെ എങ്ങനെയാണ് ഉയർത്താൻ പറ്റുന്നത്, മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത്. ആ സമയത്ത് ഞാൻ അത് അദ്ദേഹത്തിന് ഡിസ്കറേജ് ചെയ്യുകയാണ് ചെയ്തത്. ഈ ഓപ്ഷൻ ചെയ്ത് കലയിൽ നിന്ന് 100 കോടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ it will take a couple of years to work on it, and it is also very dedicated job. Cut short the talk, I told him that a very, very important artist from Kerala lives and works in Mumbai, but nobody knows about them in Kerala. And also, since you are here with me, I would like to introduce you to them. അവരെ എല്ലാ സുഹൃത്തുക്കളും മലയാളി സുഹൃത്തുക്കളെ വിളിക്കുകയും വൈകിട്ട് ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടായ സംസാരത്തിൽ അപ്പൊ നിങ്ങളെല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മലയാളി കലാകാരരാണ്.
എന്താണ് കേരളത്തിന് വേണ്ടി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് റിയാസ് കോമുവും നമ്മൾ ആ സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് ബിനാലെ. ബിനാലെ തുടക്കം, അതിനുശേഷം ഡോക്ടർ വേണു മറ്റുള്ള സുഹൃത്തുക്കളും കൂടിയിട്ടാണ് അത്. ഡോക്ടർ വേണു, ഡോക്ടർ ഐസക് ആദ്യം ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു, അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തത്. ആദ്യം ഹി ബിലീവ്ഡ് ഇൻ ദാറ്റ് Mussooris connection, that is almost like an umbilical connection with Kochi. അപ്പോൾ ആ അസോസിയേഷനും വരുന്നത് അങ്ങനെയാണ്. കൊച്ചി മുസിരീസ് ബിനാലെ എന്ന് അറിയപ്പെടുന്ന സംഭവങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ആലോചിച്ചത്. ഇപ്പൊ പബ്ലിക് ഇടങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ലളിതകല അക്കാദമി ഇസ് എ പബ്ലിക് അക്കാദമിയുടെ ഒരു സ്പേസ് ഉണ്ട്. ടേക്കിംഗ് 1 more minute. അപ്പൊ ആദ്യത്തെ കിട്ടിയ തുക 5 കോടി രൂപയാണ് ബിനാലെ നടത്താൻ കിട്ടിയ തുക. മറ്റുള്ള ബിനാലകളിലെ തുകകൾ പറയുകയാണെങ്കിൽ ആശ്ചര്യപ്പെടും. 100 ചില്ലാൻ രൂപയാണ്. അത് 113 കോടി രൂപയാണ് ഗോഞ്ചു ബിനാലെ എന്ന് പറയുന്ന ബിനാലെ നടത്താൻ വേണ്ടി ചെലവാക്കുന്നത്. അതുപോലെ മറ്റുള്ള ഡോക്യുമെന്റ് എന്ന് പറയുന്ന 5 വർഷത്തിൽ നടക്കുന്ന ഒരു പ്രോജക്റ്റ് ഏകദേശം 340 കോടി രൂപയാണ് അവര് ഒരു 3 മാസത്തെ പ്രൊജക്ടിന് വേണ്ടി ചെലവാക്കുന്നത്. അപ്പൊ അതിൻ്റെ ഇടയിലാണ് നമുക്ക് ഈ 5 കോടി ആദ്യമായിട്ട് അത് കിട്ടുന്നത്. ഡോക്ടർ വേണുവിന്റെ ഉത്സാഹവും കലകളും മറ്റുള്ള താല്പര്യങ്ങളും കൂടിയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ ആ സമയത്ത് ഈ 5 കോടി കിട്ടിയപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തീരുമാനിച്ചത് വി ഹാവ് നോ പ്ലേസ് വെദർ കൺട്രോൾഡ് സ്പേസ്. അത് ക്ലൈമറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള സ്പേസ് ഇല്ലാത്തൊരു നാടാണ് നമ്മുടെ. അപ്പൊ എങ്ങനെയാണ് ലളിതകല അക്കാദമിയുടെ ആ ഗാലറി നമ്മൾ പുതുക്കി പണിയുക, അതിന്റെ പെർമിഷനോട് കൂടിയിട്ട് നമ്മൾ പുതുക്കി പണിയുന്നു. ഒരു ഗാലറി എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് ക്യൂബിയൻ സ്പേസ് ആണ്. വൈറ്റ് ക്യൂബിയൻ സ്പേസ് ആണ് ആർക്കിടെക്ചറലി വെൻ വി ലുക്ക് അറ്റ് ഇറ്റ്, ഇന്റീരിയർ വൈസ് വെൻ വി ലുക്ക് അറ്റ് ഇറ്റ്, വൈറ്റ് ക്യൂബിയൻ സ്പേസിൽ നമ്മൾ കല കൊണ്ടുവരുമ്പോഴാണ് അതിന്റെ മാജിക് വരുന്നത്. അല്ലെങ്കിൽ അതിന്റെ പെർഫോമേറ്റീവ് എലമെന്റ്സോ ഇൻസ്റ്റലേഷൻസോ ഒക്കെ വയ്ക്കുമ്പോഴാണ് ജീവിതം ആക്കി മാറ്റുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ആദ്യകാലങ്ങളിൽ ലളിതകല അക്കാദമിയിൽ വർക്കുകളൊക്കെ എക്സിബിറ്റ് ചെയ്തിരുന്നത് ഒരു ആണിയില് വള്ളി കെട്ടി തൂക്കിയിട്ട് ഫ്രെയിമൊക്കെ വെക്കുന്ന, ദാറ്റ് ഈസ് വെരി അൺപ്രൊഫഷണൽ വേ ഓഫ് എക്സിബിറ്റിംഗ് സംതിങ്. അപ്പൊ ആ പ്രൊഫഷണലിസം കലയിൽ വരികയും സൗന്ദര്യശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടുകളും മാറ്റം വരുത്താൻ ആ ഇൻവെസ്റ്റ്മെന്റ്, ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വന്നിട്ടുള്ള പ്രൊജക്ടുകളൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും വളരെയധികം പ്രധാനപ്പെട്ട എ രാമചന്ദ്രൻ അല്ലെങ്കിൽ മറ്റുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ വരുന്ന ആ പൊതുയിടത്ത് വരുന്നതും അതൊരു ചർച്ചാ കേന്ദ്രമായിട്ട് മാറുന്നതും അങ്ങനെയാണ്. ബിനാലെ ഈസ് ടേക്കൺ മച്ച് ഫർദർ ഇന്റർനാഷണലി. അത് ലോകത്തിൽ മുഴുവൻ ബിനാലെ കൊണ്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സസ്റ്റൈനബിലിറ്റിയും കൂടി ഉണ്ട്. KT രവീന്ദ്രൻ വാസ് ടോക്കിംഗ് അബൌട്ട് ദി സസ്റ്റൈനബിലിറ്റി ഓഫ് ദ ആർക്കിടെക്ചറൽ സ്പേസസ് ഇൻ ഫോർട്ട് കൊച്ചി ആൻഡ് മട്ടാഞ്ചേരി. അതായത് ഓരോ വർഷവും വരുമ്പോൾ പുതുക്കി കാഴ്ചപ്പാടുകൾ കാണുന്ന, അതുപോലെ പുതിയ കാര്യങ്ങളും വരുന്നുണ്ട്, പുതിയ സ്പേസുകളും ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ചെയ്തുണ്ടാക്കിയത്. So I think I'll stop it here. The beginning was something like this. I think culture can change, culture can turn around, culture can aestheticize the places. ചായക്കടയിൽ നടക്കുന്ന സംഭവം വളരെ വിശാലമായിട്ട് നടക്കുന്നു എന്ന് എനിക്ക് പറയാനുണ്ട്. അതെ, പിന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ രണ്ടാമത് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ഒരു ക്വസ്റ്റ്യനിലേക്കും കൂടി ബോസ് ആൻസർ ചെയ്തു. അപ്പം ഇതിൽ മെയിനായിട്ട് നമുക്ക് ഈ ബിനാലയിൽ നിന്ന് പ്രത്യേകിച്ച് വയനാട്ടിന് പഠിക്കാനുള്ള ഒരു കാര്യം, ഇപ്പം ഈ വയനാട് ലിറ്റററി ഫെസ്റ്റ് എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നത് ഇപ്പൊ ഒരു വിനോദന് തോന്നിയ ഒരു ഐഡിയയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് പെട്ടെന്ന്. അത് തോന്നുന്നു കൂട്ടായ്മ വരുന്നു, ആൾക്കാർ ജനങ്ങൾ വരുന്നു. ജനങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഏതൊരു മൂവ്മെന്റ് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോഴ് വയനാട് സാധാരണ ഒരു ഇമേജ് എന്താണ്, ആരും വരാത്ത പുരോഗമനമില്ലാത്ത ഒരു നാട്, ഇവിടെ നിന്ന് ആരും പിന്നെ കൾച്ചറലി കാര്യങ്ങൾ കാര്യമായിട്ട് അറിയപ്പെടുന്നില്ല, ഉള്ളവർ തന്നെ പുറമെ പോയാലേ നടക്കൂ എന്നുള്ള സ്ഥലത്തേക്ക് കേരളത്തിലുള്ള എല്ലാ എഴുത്തുകാരെയും അതുപോലെ വിദേശത്ത് നിന്നുള്ള ആളുകളെയും വരാനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവുകയും 2 വർഷം ഇപ്പൊ 2 കൊല്ലം മുമ്പ് കഴിഞ്ഞതിന്റെ ഒരു
2 ഇരട്ടി അല്ല 3 ഇരട്ടി ലെവലിലാണ് ഇപ്പോഴും ഈ കൊല്ലം ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ ഒരു എന്താണ് പറയുക, എങ്ങനെ ഒരു കൾച്ചറൽ സ്പേസ്, ഒരു പബ്ലിക് സ്പേസ് ഡെവലപ്പ് ചെയ്യാം, ഒരു സാധാരണ ജനങ്ങൾക്ക് ഇൻവോൾവ് ആയി അത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നുള്ളതിനൊരു എക്സാമ്പിൾ കൂടിയാണിത്. വളരെയധികം കാര്യങ്ങൾ നമ്മൾ ഇനിയും പഠിക്കാനുണ്ട് എങ്ങനെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത്. അത് ഇങ്ങനെയുള്ളൊരു ചർച്ചയിലൂടെയും നമുക്ക് ഇൻവോൾവ്മെന്റ്, ഇപ്പൊ നമ്മൾ എങ്ങനെ നടത്തണം എന്നുള്ളതിൽ സാർ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പം അതിൽ നിന്ന് പോവുകയാണെങ്കിൽ അടുത്ത പോയിന്റ് വെച്ചാൽ, ഇപ്പം WLF നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോ 2ാമത്തെ ഒരു എഡിഷനാണ്. അപ്പം കഴിഞ്ഞതിൽ നിന്നുള്ള ലേണിംഗിൽ നിന്നൊരു അടുത്ത ലെവലിലേക്ക് പോയിട്ടുണ്ടെങ്കിലും പലതും നമ്മൾ ഇനിയും അത് ഇംപ്രൂവൈസ് ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ലെവലിൽ നോക്കുമ്പോൾ നമ്മളൊരു പബ്ലിക് ആയിട്ടുള്ളൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സ്പേസ് ഡിസൈൻ ചെയ്യുമ്പോൾ, സാധാരണ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് വിചാരിക്കാം ഒരു സ്പെസിഫിക് ഓഡിയൻസ് ഉണ്ട്, ഒരു ഫാമിലി ഉണ്ട്, അവരുടെ അടുത്ത ജനറേഷൻ ഉണ്ടാവും, പ്രീവിയസ് ജനറേഷൻ ഉണ്ടാവും, അവർക്ക് ഇന്ററാക്ഷൻ ഒരു സ്ഥലം വേണം. കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമാണെങ്കിലും അടുത്ത ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ബിൽഡ് ചെയ്യുന്ന സ്പേസിനെ കുറിച്ചോ അതിന്റെ ചുറ്റുവട്ടത്തിലുള്ള കാലാവസ്ഥയെക്കുറിച്ചോ അതിന്റെ കൾച്ചറിനെ കുറിച്ചോ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം വെരി കോംപ്ലക്സ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ വളരെ എക്സ്പീരിയൻസ് അല്ല, എല്ലാവരും ലുക്കപ്പ് ചെയ്യുന്ന ഒരു ആർക്കിടെക്ട് ഉണ്ട്. ലാറി ബേക്കറിന്റെ ഇൻഫ്ലുവൻസോടെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത പലരും ഉണ്ടെങ്കിലും അത് സസ്റ്റെയിൻ ചെയ്ത് തുടർച്ചയായി എല്ലാ വർക്കിലും കാണിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ ഒരു പബ്ലിക് സ്പേസസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു ആർക്കിടെക്ടിന്റെ പെർസ്പെക്റ്റീവില് ഉണ്ട് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാം. എന്താ വെച്ചാൽ എന്റെ വീട് പോലെയുള്ള സ്പേസസിൽ ഇൻവോൾവ് ആണ്, ഗവൺമെന്റിന് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്, പബ്ലിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം, വീടുകൾ ആൾക്കാർക്ക് പുറമെ പബ്ലിക് ആയിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല പ്രോജക്ട്സിലും വർക്ക് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാൻ പറ്റും. താങ്ക് യു സനിത്. സോ ലോറി ബേക്കർ അദ്ദേഹത്തിന്റെ ആർക്കിടെക്ചർ, അദ്ദേഹത്തിന്റെ പൊതു സമൂഹത്തോടും പൊതുവിടങ്ങളോടുമുള്ള സമീപനം, അപ്പോൾ അദ്ദേഹത്തിന്റെ ആർക്കിടെക്ചർ എന്നുള്ളത് ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് ടുവേർഡ്സ് പീപ്പിൾ ആൻഡ് പബ്ലിക് എന്നുള്ള രീതിയിൽ നിന്ന് ഇന്റർപ്രറ്റ് ചെയ്ത അദ്ദേഹത്തിന്റെ ഒരു കലാരൂപം പോലെ തന്നെയാണ് ആ ആർക്കിടെക്ചർ ആക്ച്വലി രൂപാന്തരപ്പെട്ടത്. കമ്പയർഡ് ടു വാട്ട് ഇസ് ദ കൈൻഡ് ഓഫ് ആർക്കിടെക്ചർ വി ആർ ഡൂയിങ് നൗ, അതിന് കുറെ പ്രോസസ്സുകളും പ്രോസസ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറും അതിന് കൃത്യമായിട്ടുള്ള കുറെ അളവുകോലുകളും കാര്യങ്ങളും ഒക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ പോകുന്നത്. അദ്ദേഹം ചെയ്തിരുന്നത് ഒരു പരിധി വരെ അത് ഈ പറയുന്ന പോലെ ഒരു പെട്ടെന്നൊന്ന് ആളിക്കത്തി തീർന്നു പോയ എന്നൊക്കെ പറയുന്ന രീതിയിലാണ്, വളരെ ജീവിത സായാഹ്നങ്ങളാണ് അദ്ദേഹം പ്രാക്ടീസ് തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു റെഗുലർ ആർക്കിടെക്ചർ പ്രാക്ടീസുമായിട്ട് കമ്പയർ ചെയ്യാനേ സാധിക്കില്ല. കൂടുതലും അദ്ദേഹം ഇഷ്ടികയും അല്ലെങ്കിൽ അതുപോലെയുള്ള തനത് മെറ്റീരിയൽസ് വെച്ചിട്ട് ഒരു കലയെ ഉത്തിജീവിച്ച ഒരു ആള് എന്നുള്ള രീതിയിലേക്ക് കാണുകയായിരിക്കും കുറെ കൂടി നല്ലതെന്ന് തോന്നുന്നു. ആ ഒരു അർത്ഥത്തില് അദ്ദേഹം സ്പേസ് അല്ലെങ്കിൽ പ്ലേസ് ഈ 2 വാക്കുകൾ നിരന്തരമായിട്ട് ഉപയോഗിച്ചിരുന്നു. അതിനാണ് പ്രാധാന്യം. അതിനെ കെട്ടിപ്പടുക്കാൻ അദ്ദേഹം ബോസൊക്കെ പറഞ്ഞതുപോലെ അതിനെ ഒരു അതിൽ ജീവിക്കുന്ന അതിന്റെ ഒരു എൻഡ് യൂസർ എന്ന് പറയുന്ന ഒരാള്, അത് എത്ര പാവപ്പെട്ടവനോ ഉള്ളവനോ ഇല്ലാത്തവനോ ആവട്ടെ, എല്ലാവർക്കും ഒരു നല്ല സ്പേസിനുള്ള അധികാരം അല്ലെങ്കിൽ ഒരു അവകാശം അവർക്കുണ്ട്. ആ അവകാശത്തെ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് ഭയങ്കര സ്പിരിച്വലി എൻലൈറ്റൻഡ് ആവുന്ന ആ ഒരു ക്വാളിറ്റിയിലേക്ക് എല്ലാ സ്പേസുകളെയും കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അതിന് ചുറ്റുപാടുള്ള മെറ്റീരിയലുകൾ എന്താണോ കിട്ടുന്നത് അത് വെച്ചിട്ട് നമുക്ക് എന്തും ചെയ്യാം എന്ന് പറയുന്ന ഒരു അത്ഭുതകരമായ ധൈര്യത്തോടും കൈവഴക്കത്തോടും കൂടി സ്പേസുകളിൽ മാജിക് കാണിച്ച ഒരു 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 കലാകാരനാണ് അദ്ദേഹം. മോദന വാസ്തുശില്പി, ബിയോണ്ട് ആർക്കിടെക്ട് എന്നുള്ളൊരു ആ ഒരു അർത്ഥത്തിൽ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഉള്ള ഒരു യോഗ്യത എനിക്കുണ്ടെന്നോ അല്ലെങ്കിൽ ഞങ്ങളിപ്പോ ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പിതൃത്വം അവകാശപ്പെടുന്നു എന്ന് പറയുന്ന ആർക്കെങ്കിലും ഉണ്ടെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരു കമ്പാരിസൺ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. എങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു പ്രൊജക്റ്റിലെങ്കിലും നേരിട്ട് വർക്ക് ചെയ്യാനുണ്ടായ ഒരു അവസരം ഉണ്ടായി എന്നുള്ളതാണ് ജീവിതത്തിൽ ഇതുവരെയുള്ള ഏറ്റവും വലിയ തീക്ഷ്ണമായ ഒരു അനുഭവം, നമ്മൾ ഏറ്റവും കൈമുതലായിട്ട് സൂക്ഷിക്കുന്ന ഒരു അനുഭവം. അപ്പൊ ഇതില് സനത്ത് ആദ്യം ചോദിച്ചതുപോലെ ഈ പൊതു ഇടങ്ങളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, ബുദ്ധിമുട്ടുകളേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മാത്രമാണ് ഓരോ വാസ്തുശില്പി ആ ഏരിയയിലേക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്തേക്ക് പോലും പോകുന്ന ആൾക്കാർ വളരെ വിരലിൽ എണ്ണാവുന്നതാണ്. അഥവാ എണ്ണാൻ പറ്റുന്നുണ്ടെങ്കിൽ
നമ്മൾ ബേക്കറിനെ ആരാധിച്ചു പോയതുപോലെ നമ്മളുടെ സാധനങ്ങളൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചെപ്പടി വിദ്യകളൊക്കെ കണ്ടിട്ട് ഇത് രസമുള്ള ഒരു പരിപാടിയാണ്, ഇത് കൂളാണ്, അല്ലെങ്കിൽ ഇതൊരു എക്സൈറ്റ്മെന്റ് ഉള്ള സംഭവമാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ വന്നു വഴിയിൽ വീണ എന്താണ് നിശാശലഭങ്ങളാണ് ഇപ്പൊ, അഥവാ അങ്ങനെ ഒരു പൊതുവിടങ്ങളിലേക്ക് ആരെങ്കിലും ഒക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആസ് യു റൈറ്റ്ലി ഒബ്സർവ്, ഒരു കൃത്യമായിട്ടുള്ള എൻഡ് യൂസർ ഇല്ല നമ്മുടെ മുമ്പിൽ. അതിനു പകരം അനവധി വർണ്ണം, വർഗം, ജാതി, മതം, ജെൻഡർ, ഇങ്ങനെയുള്ള എല്ലാ സംഗതികളിലും വൈവിധ്യമുള്ള ഒരു സമൂഹത്തിനെയാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അത് ഒരു കാര്യം. അവരാണ് എൻഡ് യൂസർ എന്നുള്ളത്. ഇതിൽ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ളത് ഡോക്ടർ വേണുവേട്ടനെ പോലെയുള്ള, അല്ലെങ്കിൽ നമ്മളെ രാഷ്ട്രീയക്കാരായിട്ടുള്ള, അങ്ങനെയുള്ള ഭരണതന്ത്രജ്ഞന്മാരായിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്ന വേറൊരു വലിയൊരു സമൂഹവും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. മൂന്നാമത് ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഈ പബ്ലിക് പ്രൊജക്ടുകളിലേക്ക് പോകുമ്പോൾ കോൺട്രാക്ടർ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ഏജൻസി എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അവരെ ഈ രണ്ട് കടമ്പകളും കഴിഞ്ഞാലും ആ മൂന്നാമത്തെ കടമ്പയെ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോഴുള്ള നമ്മുടെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിൽ തന്നെ നമ്മൾ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയോ, എന്തൊക്കെ കൊണ്ടാടാൻ തീരുമാനിച്ചുവോ, അതെല്ലാം നിഷ്കരണം തകർത്ത് തരിപ്പണമാക്കി നാടിനും വീടിനും നാട്ടുകാർക്കും അധികാരികൾക്കും ഡിസിഷൻ എടുത്തവർക്കും ഒക്കെ അപമാനകരമായിട്ട് അവസാനിക്കുന്ന രീതിയിലേക്കാണ് പലപ്പോഴും പബ്ലിക് പ്രൊജക്ട്സ് പോവുക. അതുകൊണ്ട് തന്നെ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ദുഷ്കരവും ഭയങ്കര ഹൃദയഭേദവുമാണ്, ഭയങ്കര സങ്കടമാണ്, മരണമാണ്. മനസ്സിലായില്ല? ഓരോന്ന് കണ്ടു കഴിയുമ്പോൾ അത് നമ്മുടെ കുഞ്ഞാണ് എന്ന് പറയുന്നത് വളരെ വികലാംഗമായി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ ഒരു മാതാപിതാവിന് ഉണ്ടാവുന്ന എന്തൊക്കെ വേദനകളാണോ ആ വേദനകളിലൂടെ തന്നെയാണ് ഒരു വാസ്തുശില്പി അല്ലെങ്കിൽ അതിന്റെ ഒരു ശില്പിയും സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാല്, ഈ ഓഫ് ലൈറ്റ് ഐ വുഡ് സേ ഒരു പോസിറ്റീവ് സൈൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് പ്രത്യേകിച്ചും, കഴിഞ്ഞ 10 വർഷമായിട്ട് തന്നെ വേണേൽ പറയാം, അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നായാലും പൊതു പൊളിറ്റിക്കൽ സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടും വളരെയധികം വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ കഴിയില്ല. അത് ഈസ്തെറ്റിക്സിന്റെ ഭാഗമായാലും ഇപ്പൊ ബോസ് പറഞ്ഞതുപോലെ ഐ എം ഷുവർ ഈവൻ ഈ കൊച്ചി ബിനാലെ അതിലൂടെ ഉണ്ടാവുന്ന അവയർനെസ്, ആർട്ട്, കൾച്ചർ, അല്ലെങ്കിൽ അതിന്റെ ഒരു വിഷ്വൽ അപ്രീസിയേഷൻ, അതിന്റെ ഒരു എക്സ്പീരിയൻഷ്യൽ രൂപമാണ് നമ്മൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു വിടവിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുറേയധികം പ്രോജക്റ്റുകൾ, പ്രത്യേകിച്ച് കോഴിക്കോട്, വയനാട് മേഖലകളിൽ നമുക്ക് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ, പ്രത്യേകിച്ച് കാലിക്കറ്റിന്റെ കേസിൽ പറയുകയാണെങ്കിൽ അവിടെ ഒരു പൊതുപ്രവർത്തകനെ എടുത്തു പറയാതിരിക്കാൻ സാധിക്കില്ല. പ്രദീപ് കുമാർ എന്ന് പറയുന്ന ഒരു MLA, അദ്ദേഹം 15 വർഷം അവിടെ നിന്നു. അതേ സമയത്തായിരുന്നു എനിക്കും അവിടെ പ്രാക്ടീസ് തുടങ്ങാൻ, അല്ലെങ്കിൽ ഞാനൊരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സിന്റെ ചെയർപേഴ്സൺ ആയിട്ട് വന്ന ഒരു സമയം. ആ ഒരു സുഹൃത്ത് ബന്ധം ഞങ്ങൾക്ക് വലിയ രീതിയിൽ ഗുണകരമായി. കുറേയധികം സ്കൂളുകൾ, ഗവൺമെന്റ് സ്കൂളുകൾ, പൂട്ടിപ്പോയി കിടന്നിരുന്ന ഗവൺമെന്റ് സ്കൂളുകളെ പ്രിസം പദ്ധതി എന്ന് പറയുന്ന വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പദ്ധതിയിൽ വലിയ രീതിയിലുള്ള പബ്ലിക് പ്രൊജക്ട് ഇനീഷ്യേറ്റീവ്സ് നമുക്ക് പ്രോബോണോ ബേസ്ഡ് ആയിട്ടാണെങ്കിൽ പോലും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അതില് തുടർച്ചയായിട്ട് കേരളം അങ്ങോളം ഇങ്ങോളം തോമസ് ഐസക് സാർ മുതലുള്ള എല്ലാവരും ഇത് വിശ്വസിച്ച് ചെയ്യുകയും, അതേപോലെ എല്ലാ പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥരും ഒക്കെ അതിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും, അതിന്റെ ഭാഗമായിട്ട് കുറേയൊക്കെ ഇപ്പോ നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള, അല്ലെങ്കിൽ നമ്മളെ വിളിക്കാനുള്ള, നമ്മളെ ഇങ്ങനെയുള്ള ഒരു സംഗതി നടക്കുന്നുണ്ട്, നിങ്ങളും കൂടി ഒന്ന് വന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളൊരു രീതിയിലേക്ക് കഴിഞ്ഞ ഒരു 15 വർഷത്തിന് ശേഷം ഇപ്പം കുറേയൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു നല്ല വാർത്തയാണ് പറയേണ്ടത്. എല്ലാം നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ പോകുന്നു. അതിലൊത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഈ പറയുന്ന എൻഡ് യൂസറിന്റെ വൈവിധ്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ പല സ്റ്റേക്ക് ഹോൾഡർ മീറ്റിങ്ങുകളിലൂടെയാണ് നമ്മളൊരു പ്രോജക്ട് ബ്രീഫ് ഉണ്ടാക്കുക. വേറാസ് സനത്തിന്റെ വീട് ചെയ്യണം എന്ന് പറഞ്ഞാൽ സനത്തിനോടും അല്ലെങ്കിൽ കുടുംബത്തോടും മാത്രം സംസാരിച്ചാൽ മതി. ഇതൊരു പൊതുസമൂഹത്തോട് പല രീതികളിൽ, പല രൂപത്തിൽ, പല ദിവസങ്ങളിൽ, പല സമയങ്ങളിലൊക്കെ ഇരുന്ന് അവരിൽ നിന്ന് ഒരു കൂട്ടി അവരെങ്ങനെ അത് ആ സ്പേസ് ഉപയോഗിക്കും, അല്ലെങ്കിൽ അവരെ എങ്ങനെ ആ സ്പേസ് കൊണ്ട് ഉത്തേജിപ്പിക്കാം എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കുകയും അത് ഭരണാധികാരികളിലേക്ക് എത്തിക്കുകയും അതിനെ ഗവൺമെന്റിന്റെ കെട്ടുകൂടുകളിലുള്ളിലൂടെ ആ ചാനലിലൂടെ എങ്ങനെ പുറത്തെത്തിക്കാം എന്നുള്ള ഒരു വലിയ ഒരു സർക്കസ് തന്നെയാണത്. ആ ഒരു സർക്കസിലൂടെയാണ് പൊതു ഇടങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുക. ഇപ്പൊ ആ ഒരു മാർഗങ്ങൾ ഒരു പരിധിവരെ കുറച്ചുകൂടെ സ്ട്രക്ചേർഡ് ആണ് എന്നുള്ളതാണ് നല്ലൊരു വാർത്ത. കറക്റ്റായി, വളരെ ക്ലിയർ ആയി പറഞ്ഞു. അതിൽ നമ്മൾ വിട്ടുപോയൊരു പോയിന്റ് കൂടെ വിനോദ് പറഞ്ഞത്, നമ്മളെ ഈ
ഏതൊരു സ്പേസ് ഡിസൈനും ഡെവലപ്മെന്റും നമ്മൾ കാണുമ്പോൾ അതിലൊരു ചാലക ശക്തിയായിട്ട് നമുക്ക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, പൊളിറ്റീഷ്യൻസ് ഉണ്ട്. പൊളിറ്റിക്കൽ വിൽ നമ്മളെ ജനങ്ങളിൽ നിന്നാണ് വരിക. അഡ്മിനിസ്ട്രേഷൻ അത് ഇംപ്ലിമെന്റ് ചെയ്യാനും അതിനൊരു ഡയറക്ഷൻ കൊടുക്കാനും ഒരു വിഷൻ നൽകാനും ഉള്ളൊരു കഴിവുണ്ട്. ആ ഒരു ഏരിയയിൽ ഇതിനു മുമ്പ് സംസാരിക്കുന്നു. കേരളത്തിൽ ഞാനൊരു അനിമേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ വന്നതാണ്. വിഷ്വൽ എഫക്ട്സ് സ്റ്റാർട്ട് ചെയ്തത് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ആയത് ഒരു 2000 ആ സമയത്താണ്. കമ്പ്യൂട്ടർ വരുന്നു, അത് മാറുന്നത്, ഡിജിറ്റൽ റെവല്യൂഷൻ വരുന്നത്, പ്രാക്ടീസസ് എല്ലാം മാറി. അപ്പോൾ എങ്ങനെ ഒരു ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാന്നുള്ളൊരു പോളിസി ഡെവലപ്പ് ചെയ്യാനും വേണു സാർ ഇൻവോൾവ് ആയിരുന്നു, വേണുവേട്ടൻ ഇൻവോൾവ് ആയിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു സ്പേസിൽ, അതായത് നമ്മളൊരു ഗവൺമെന്റ്, ജനങ്ങൾ കാണുമ്പോഴൊരു ഗവൺമെന്റ് ആയിട്ടാണ് കാണുന്നത്. അതിന്റെ പുറകിൽ എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് ഒരു മാറ്റം കൊണ്ടുവരാൻ എന്നുള്ളതിനെ പറ്റി ഒരു 2 വാക്ക് പറഞ്ഞാൽ നന്നായിരുന്നു. വിനോദ് പറഞ്ഞത് വളരെ ശക്തമായിട്ട് ഭാഷയിൽ പറഞ്ഞാൽ അത് എന്താണ് കേരളത്തിലെ ഒരു വലിയ റിയാലിറ്റി തന്നെയാണ്. പക്ഷെ അപ്പൊ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വാക്ക് എനിക്ക് ഈ എന്തുകൊണ്ടാണ് പൊതുവിടങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം വരുന്നതെന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ സംസ്ഥാന സർക്കാരുകൾക്കല്ല ഉത്തരവാദിത്വമുള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ആ ഗവേണൻസിന്റെ പോയിന്റ് ഒന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് വരാൻ തോന്നുന്നു. ലോകത്തിലെ ഏത് ഭാഗത്ത് നമ്മൾ എടുത്താലും പൊതുവിടങ്ങൾ എന്ന് പറയുന്നത് പൊതുജനങ്ങളുടേതാണ്. പൊതുജനങ്ങളുടെ ഇടമാണെങ്കിൽ ആ പൊതുജനങ്ങൾ ആരെയാണോ അവരെ ഭരിക്കുവാൻ വേണ്ടി അവർ സെലക്ട് ചെയ്ത് വിടുന്നത്, എലക്ട് ചെയ്ത് വിടുന്നത്, അവരുടെ പ്രാഥമിക ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് ഞങ്ങളുടെ ഇടങ്ങൾ സംരക്ഷിക്കുക. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടങ്ങൾ ഉയർന്ന നിലവാരമുള്ള ഇടങ്ങളായി സംരക്ഷിക്കുക, അത് ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള എല്ലാ അവകാശവും ഞങ്ങൾക്ക് തരിക എന്നുള്ളത്. അത് അപ്പൊ അതൊരു എന്താണ് അതിൽ നിന്ന് വരുന്നത്? തദ്ദേശ സർക്കാരുകളുടെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്തങ്ങളിൽ ഒന്ന് ഈ പൊതുവിടങ്ങളാണ് എന്ന് ഇവിടുത്തെ ഇതിന് മുന്നിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ അങ്ങനെ ആലോചിക്കാറില്ല പലപ്പോഴും. പക്ഷെ അത് എന്താണ്, നമ്മുടെ ഇപ്പൊ നേരത്തെ ഇവിടെ വേസ്റ്റിന്റെ കാര്യം കൂടെ പറഞ്ഞു. വേസ്റ്റിനെ എങ്ങനെയാണോ മാലിന്യ നിർമ്മാർജ്ജനം പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തമാകുന്നത്, അതേപോലെയാണ് ഇതും. ഇന്നിപ്പോ എന്താ സംഭവിക്കുന്നത്? പൊതുവിടങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ ഉണ്ടാവുന്നില്ല. അവർ വാദിക്കുന്നത് അവരുടെ വാർഡിലെ ഒരു റോഡിനെ കുറിച്ചാണ്. അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ ഡിസ്കോഴ്സ് അങ്ങനെ മാറിപ്പോയി. അതുകൊണ്ട് എന്താ വരുന്നത്? ഓരോ പൊതുവിടവും, ഏറ്റവും ചെറിയ പൊതുവിടം, 5, 3, 4 പേർക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയ ഇടമാണെങ്കിലും അത് പ്രധാനപ്പെട്ട ഇടമാണ്. അങ്ങനെയുള്ള ഇടങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ആരെങ്കിലും കയ്യേറി പോകുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു പെട്ടിക്കട വരുന്നു. എന്താണോ നല്ല ക്രിയേറ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യണോ അത് നടക്കുന്നില്ല. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് അതാണ് വാസ്തവം. നമ്മൾ അത് തിരിച്ചറിയണം. ജനങ്ങൾ ആ രീതിയിൽ ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ച് അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഈ ജനപ്രതിനിധികൾക്ക് മുൻപാകെ ഇതെല്ലാം ശക്തമായിട്ട് തന്നെ ഡിമാൻഡ് ചെയ്യേണ്ട ഒരു കാലമുണ്ട്. അതിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റും പല സ്ഥലങ്ങളിലും ഇത് പ്രധാനപ്പെട്ട ഒരു ഡിബേറ്റിംഗ് പോയിന്റ് ആണ്, ചർച്ചാ വിഷയമായിട്ട് വരും. ഇലക്ഷൻ വരുമ്പോൾ നിങ്ങൾ ഈ ഇടങ്ങൾ ശരിയാക്കി വെച്ചിരുന്നോ, ഈ ഇടങ്ങൾ ഡീഗ്രേഡഡ് ആയിട്ടുണ്ട്, ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഇവിടെ മറ്റൊരു തരത്തിലുള്ള ഒരു ആൾക്കാരെ ചില കാര്യങ്ങൾ സ്ഥാപിച്ചു എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഡിബേറ്റിലേക്ക് നമ്മൾ വരണം. പക്ഷെ ഇപ്പോ തൽക്കാലത്തേക്ക് ഞാൻ ഈ സംസ്ഥാന സർക്കാരിന്റെ മുൻപ് സർക്കാരിൽ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ സർക്കാരിനെ പ്രതി ചേർത്ത് നിർത്തിയത് കൊണ്ടും കൂടി ഞാൻ ആ കുറ്റം ഏൽക്കാൻ തയ്യാറാവുകയാണ്. കാരണം അത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് തന്നെ നമ്മളിപ്പോൾ കണക്കാക്കപ്പെടുന്നുണ്ട്. അത് തീരെ മോശമായ രീതിയിലാണ് ഈ സംസ്ഥാന സർക്കാർ അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിന് പ്രത്യേക കാരണങ്ങളില്ല. എന്റെ അഭിപ്രായത്തിൽ വീണ്ടും ഓണർഷിപ്പിന്റെ വിഷയം തന്നെയാണ്. എന്റെ തലയ്ക്ക്, എന്റെ മണ്ടയ്ക്ക് വന്ന് പൊതുജനം അടിക്കാത്തിടത്തോളം കാലം ഇതെന്റെ ഉത്തരവാദിത്തമല്ല. ഇതാണ് പൊതുവേ ഉള്ളൊരു ധാരണ. അപ്പോൾ സംസ്ഥാന ലെവലിലേക്ക് ഒരു 1 സ്റ്റേജ് റിമൂവ്ഡ് ആണ്. തിരുവനന്തപുരത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് മാനന്തവാടിയിലെ ഒരു പൊതുവിടത്തിന്റെ പ്രശ്നമേ അല്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടി അതിൽ ബാക്കിയുണ്ട്. 3, ഞാൻ എന്റെ സർവീസിൽ എനിക്ക് ഈ പൊതുവിടങ്ങളുടെ അപ്ഗ്രഡേഷന്റെ കാര്യത്തിൽ പല രീതികളിലായി അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ മനസ്സ് പോകുന്നത് ഈ നമ്മുടെ സുനാമിക്ക് ശേഷം ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഈ നമ്മുടെ ബീച്ചുകളിലേക്ക് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനുള്ള ഒരു അവസരം ഉണ്ടായി. കാരണം ബീച്ചുകളെല്ലാം അപ്ഗ്രേഡ് ചെയ്യാം,
നഷ്ടപ്പെട്ടു പോയ ബീച്ചുകൾ തിരിച്ചു പിടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അന്ന് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട തീരദേശ മേഖലകളിലൊക്കെ തന്നെ ടൂറിസം വകുപ്പിന്റെ ഭാഗമായി പണം നമ്മൾ കണ്ടുപിടിക്കുകയും പല ആർക്കിടെക്ട്സിന്റെയും ഐഡിയാസ് പ്രകാരമുള്ള ചെറിയ ചെറിയ ഇടങ്ങൾ പലയിടത്തായിട്ട് നടത്തി കോഴിക്കോടും അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു സമയത്ത് ഒരു സ്റ്റേജിൽ ഇൻവെസ്റ്റ്മെന്റ് വരികയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അവിടെ ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം നേരത്തെ ഇവിടെ വിനോദ് സൂചിപ്പിച്ചത് പോലെയാണ്, നമ്മുടെ എക്സിക്യൂഷന്റെ ലെവൽസ് തീരെ മോശമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ മെയിൻ്റനൻസിനെ കുറിച്ചോ ഡ്യൂറബിലിറ്റിയെ കുറിച്ചോ ഒന്നും ആലോചിക്കാതെ ചെറിയ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു എന്താ തട്ടിക്കൂട്ട് പോലെയുള്ള ചില പദ്ധതികളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോയി. ഞാൻ എൻ്റെ അവസാന കാലങ്ങൾ വരെ അതിനെല്ലാം പണം കൊടുത്തവൻ ഞാനായിരുന്നല്ലോ എന്ന ഒരു ദുഃഖത്തോടു കൂടി തന്നെയാണ് ഇതിനെ നോക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് വിനോദ് പറഞ്ഞതുപോലെ വലിയ വ്യത്യാസമുണ്ട് ആ സ്പേസസിലേക്ക്. ഒന്ന്, കുറെ കൂടെ ക്വാളിറ്റിയുള്ള ആർക്കിടെക്ട്സും ആൾക്കാരും അതിന് നല്ല സ്പെഷ്യാലിറ്റി, അത് ഇന്നത്തെ ഉപയോഗമല്ല നാളത്തെ ഉപയോഗം, രാവിലത്തെ ഉപയോഗമല്ല രാത്രിയിലത്തെ ഉപയോഗം, ഒരു പൊതുവിടത്തിനെ നമ്മൾ എങ്ങനെയൊക്കെ ഏതെല്ലാം സെഗ്മെന്റ്സിന് വേണ്ടി കാണണം എന്നുള്ള രീതിയിലുള്ള ആഴത്തിലുള്ള ആലോചനയും ചർച്ചകളും ഒക്കെ കൂടിയിരിപ്പും ഒക്കെ കൊണ്ട് തന്നെ ക്വാളിറ്റി ഓഫ് ഡിസൈനും ഒക്കെ നന്നായി. ഭാഗ്യത്തിന് എക്സിക്യൂഷന്റെ ഭാഗത്തും വലിയ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാം. താങ്ക് യു. അപ്പം പിന്നെ ഇതില് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പൊതു ഇടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വാക്ക് പൊതു എന്നൊരു വാക്കാണ്. ആ പൊതു റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ എല്ലാവരുമാണ്. അപ്പം ഏതൊരു കാര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ചുറ്റുവട്ടത്തുള്ള പിന്നെ റോഡ് മുതൽ ഒരു പബ്ലിക് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ലൈബ്രറി അല്ലെങ്കിൽ ഒരു ഹൈവേ, എന്ത് ഡെവലപ്മെന്റ് ആയി വന്നു കഴിഞ്ഞാലും ജനങ്ങളുടെ കയ്യിൽ നിന്നുള്ള ഫസ്റ്റ് റിയാക്ഷൻ ഇത് നന്നായി ചെയ്തിട്ടില്ല, അവര് മോശമാക്കി, കംപ്ലൈൻറ്റ്സ് മാത്രമേ കേൾക്കുള്ളൂ. അവിടെ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം ഇപ്പോഴും പിന്നെ വിനോദ് പറഞ്ഞു, സാർ പറഞ്ഞു, ഏറ്റവും അധികം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ അവർക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എത്രമാത്രം അത് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ എത്രമാത്രം നമ്മുടെ സമയം എടുക്കുന്നു, നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നു, ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായി തോന്നി. ഇപ്പൊ നമുക്ക് സമയം ഒരു 10-15 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പം 20 മിനിറ്റ്സ് കൂടി ഉണ്ട്. അപ്പം ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ റെഡിയാവുന്നതിന് മുമ്പ് പിന്നെ ബോസിനോട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ ചോദിക്കാനുണ്ട്. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നതായിരിക്കും. അപ്പം പറഞ്ഞു വന്നത്, തിരിച്ച് ഞാൻ ബിനാലയിലേക്ക് വരികയാണ്. എന്താ വെച്ചാൽ ഒരു പ്രോഗ്രാം, ഒരു സ്പേസ്, ഇപ്പം പറഞ്ഞതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോഷ്യൽ ഇന്ററാക്ഷനും റിയാക്ഷനും, അവരുടെ വർക്കിനോടുള്ള റിയാക്ഷനും. അത് നടക്കാൻ ഒരു വേദി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സിബിഷൻ സ്പേസ്. അപ്പം ഒരു എക്സിബിഷൻ സ്പേസ് ഒരു എല്ലാവർക്കും ആക്സസിബിൾ ആണ്. ഒരു താഴേക്കിടയിലുള്ള മനുഷ്യൻ മുതൽ ഒരു റോഡിലൂടെ നടന്നു പോകുന്ന ആൾക്ക് കയറി കാണാൻ പറ്റുന്ന ഒരു വേദിയായി മാറി. ഒരു ആർട്ട് വർക്ക് ഒരു അക്കാഡമിക് തലത്തിൽ അതല്ലാതെ എല്ലാവർക്കും ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലൊരു സ്പേസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഈ ബിനാലയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അതുപോലെ വിദേശത്ത് പലതരത്തിലുള്ള ആൾക്കാർക്ക് വരാനും ഒരു ജനങ്ങളുമായിട്ട് ഇൻവോൾവ് ചെയ്യാനും ഉള്ളൊരു വേദിയാണ്. ആർട്ടിസ്റ്റ് മാത്രമല്ല, അങ്ങനെ ഒരു വേദി വരുമ്പം സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആർക്കിടെക്ട്സിന് പോവാം, അല്ലാതെ എഞ്ചിനീയേഴ്സ് പോവാം, പോളിസി മേക്കേഴ്സിന് പോവാം, എല്ലാവർക്കും ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഏരിയ ആയിട്ട് അത് മാറുകയാണ്. ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നോക്കിയാലും വെറും പുസ്തക ചർച്ചകൾ മാത്രമല്ല, അത് വരാണ്ട കാരണങ്ങളും സോഷ്യൽ ഇഷ്യൂസും എല്ലാം നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇത് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താണ് പിന്നെ സജഷൻ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ഇംപ്രൂവ് ചെയ്യാം ഇങ്ങനെയുള്ള സ്പേസസ് കേരളത്തിൽ പ്രത്യേകിച്ച് നമുക്ക് കാണുന്നൊരു എൻ്റെ ചെറിയ ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ അതിന്റെ ഒരു ഫൈൻനെസ്സിലേക്ക് എത്താൻ, അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തോട്ട് പ്രോസസ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ അതിന് പ്ലാൻ ചെയ്ത് അതിന്റെ ക്വാളിറ്റിയും പെർഫെക്ഷനും പറഞ്ഞതിൽ കണ്ടമാനം പ്രീ വർക്ക് ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഇവന്റ് ക്യൂറേറ്റ് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റും. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മിക്കപ്പോഴും this stage is an interesting stage. From administrative government level to
ആർക്കിടെക്ചർ, വാസ്തുശില്പം, ഒരു ആർട്ടിസ്റ്റ്, ആൻഡ് a different kind of perspective is there. നമ്മൾ മിക്കപ്പോഴും പരാജയങ്ങൾ കാണുന്നത് സൈലോസ് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുമ്പോഴാണ്. അതായത് ഞാൻ മിക്കപ്പോഴും കണ്ടിട്ടുള്ളത് സാഹിത്യകാരന്മാർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നു. Poets, they come together and talk about the poetry reading and things like that. പക്ഷെ ഇപ്പൊ കാലം മാറിയിട്ടുണ്ട്. In a way that a cultural space is with amalgamation of all kinds of thinkers and practitioners, different kinds of സെക്റ്റിൽ നിന്ന് വന്നിട്ടുള്ള വെർട്ടിക്കൽസ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ ഒരുമിച്ച് വരുമ്പോഴാണ് അതിന്റെ ശക്തി ഉണ്ടാവുന്നത്. കൊച്ചി മുസ്ലിംസ് ബിനാലയുടെ വി റിയലൈസ് ദിസ് ഒരു എൻലൈറ്റൻമെന്റ് പോലെയായിരുന്നു. ഒരു അനക്ഡോട്ട് എനിക്ക് പറയാൻ സമയം തരണം. ഞാനും സുഹൃത്തുക്കളും ഒരു പ്രധാനപ്പെട്ട ബിനാലെ കാണുവാനായിട്ട് ഓപ്പണിങ്ങിന് പോവുകയാണ്. ഓപ്പണിംഗ് സമയത്ത് ഈ മ്യൂസിയത്തിന്റെയും മറ്റുള്ള ബിൽഡിങ്ങുകളുടെയും സെൻട്രൽ സ്പേസിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കുട്ടികളെ കാണാൻ ഐ വാസ് വിത്ത് ക്യൂരിയോസിറ്റി. ദിസ് ഓൾ ഇന്റർനാഷണൽ ക്രൗഡ് ഈസ് അലോങ് വിത്ത് മീ. അപ്പൊ ആ കുട്ടികളോട് ഞാൻ പോയിട്ട് ചോദിച്ചു, അവരോട് ചോദിച്ചു, ഇവിടെ എന്താണ് ഈ ആൾക്കാർ കൂടിയിരിക്കുന്നത്? ഇവിടുത്തെ ആൾക്കാരാണെന്ന് തോന്നുന്നില്ല. എനിത്തിങ് ഇൻട്രസ്റ്റിംഗ് ഹാപ്പനിങ്. സോ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് അന്ന് നടന്നത്. അത് ആ കുട്ടികൾ പറഞ്ഞു, നോ വി ഹാവ് നോ ഐഡിയ എന്നുള്ളൊരു സംഭവം. The thing is, one of the most important Biennale is opening. At that opening day, nobody knows what is happening next door to that place. അത് വലിയൊരു പരാജയമാണ് ബിനാലെ ഓർഗനൈസ് ചെയ്ത ആൾക്കാർ. Most important thing is to educate, make awareness to the public what is a Biennale. ഞങ്ങൾ അങ്ങനെയാണ് ആദ്യം 35ഓളം സ്കൂളുകളിൽ നമ്മളുടെ സുഹൃത്തുക്കള് they carried projectors എന്നിട്ട് കൊണ്ടുപോയി പ്രസന്റേഷനുകളൊക്കെ നടത്തി. ബിനാലെ കുറിച്ചിട്ടുള്ള അവർ സംസാരിച്ചു, അവർ കലയെ കുറിച്ച് സംസാരിച്ചു. തിയേറ്റർ പീപ്പിൾ, ഫ്രണ്ട്സ്, they went around and തൃശ്ശൂർ മറ്റുള്ള ഭാഗങ്ങളിൽ they went around and talked about the theater sketches they have done it. And also bloggers came and we showed them. There were a lot of criticism about why did you spend this money, why these two guys from Mumbai is doing all that. Adukku pote, but we tried our best to through the bloggers they opened up that the space, this is not just about the painting, we are painting മാത്രമല്ല എന്ന് തിരിച്ചറിഞ്ഞത് ഈ ബ്ലോഗേഴ്സ് ആണ്. സൈറ്റുകൾ കാണുമ്പോൾ ആ സൈറ്റ് ക്രിയേറ്റഡ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പെർസ്പെക്റ്റീവ് ഓൾ ടുഗദർ. അവിടെ നിന്നാണ് ഒരുപക്ഷെ ജനങ്ങളിലേക്ക് എത്തുന്നത്. ജനങ്ങൾ കോൺട്രവേഴ്സി ആയതുകൊണ്ട് ശ്രദ്ധിച്ച് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നു. പക്ഷെ ലോകം മുഴുവൻ കാത്തിരുന്നത്, എനിക്ക് തോന്നുന്നു there are so many Biennales happen, there are 316 Biennales around the world. കൊച്ചി ബിനാലെ കുറിച്ചിട്ട് മാത്രമേ ഒരു ബുക്ക്, ബിനാലെ എഫക്ട് എന്ന് പറയുന്ന ഒരു ബുക്ക് വന്നിട്ടുള്ളൂ. ദാറ്റ് ഈസ് പബ്ലിഷ്ഡ് ഫ്രം ലണ്ടൻ. So these things happen because of the people's participation. നമ്മളെ ജനങ്ങളെ എങ്ങനെയാണ് ഇങ്ങനത്തെ പ്ലേസുകളിലേക്ക് കൊണ്ടുവരുന്നത്? വിവിധ കാഴ്ചപ്പാടുകൾ ഉള്ളത് കൊണ്ടാണ്. ബിനാലയിൽ ചിത്രകല മാത്രമല്ല, ശില്പകല മാത്രമല്ല, എല്ലാ തരത്തിലുള്ള കാഴ്ചപ്പാടുകളും, വാസ്തുശില്പികളും ചർച്ചകളും. There is a year-long program, residency program, ABC Art by Children. അപ്പൊ ഈ പ്രോഗ്രാമിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഈ ഫെസ്റ്റിവൽ നടക്കുന്നതിന് മുമ്പ് you should also move to other cities and talk about Wayanad, what is happening, and it should be archived. Whatever we do it, archive it. There are eminent personalities, eminent people. Take separate individual interviews, what can be done. That is a kind of data that you can share it with all the children. എനിക്ക് പറയാനുള്ളത്, കാലിക്കറ്റ് ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ദാറ്റ് വിനോദ് സാറിന്റെ പ്രദീപ് സാറിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ള അതൊരു വളരെ വലിയൊരു സംഭവമാണ്. പാർട്ടിസിപ്പേഷൻ ഈസ് ഓൾവേസ് ഇമ്പോർട്ടന്റ്. ലൈക്ക് Dr. Venu, I just wanted to say he is the chairman of the Kochi Biennale Foundation, and because he is very much committed to cultural work,
I'm not, it is important that, like, ലോക കാഴ്ചകൾ അറിയുന്ന ആൾക്കാരെ നിങ്ങൾ എപ്പോഴും ഇതുപോലെ സംഭാഷണങ്ങൾക്ക് വരികയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു കാര്യമാണ്. മനസ്സിലായി. ഒരു സ്റ്റെപ്പ് മുന്നോട്ടേക്ക് പോയി. ഇനി ഞാൻ ഒന്നുകൂടി തിരിച്ചു വരും പിന്നെ ഇതിലേക്ക്. അതിന്റെ മുമ്പിൽ ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നു. ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മളൊരു റൗണ്ട് കൂടെ ഉണ്ട്. ചർച്ച ഒരു വേറെ തലത്തിലേക്ക് പോയി എന്ന് തോന്നുന്നു. കുറച്ച് ജനകീയമായ വിഷയങ്ങളിലേക്ക് വന്നില്ല എന്നൊരു കാര്യമാണ് പറയുന്നത്. സാറ് തുടങ്ങിയപ്പോൾ ആ രീതിയിൽ വികസിക്കുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പോ ഒന്ന്, നമ്മുടെ പൊതു ഇടങ്ങളിലെ പട്ടികയില് വീട് ഒരു പൊതു ഇടമായിരുന്നു. കോലായ എന്നൊരു സാധനം ഉണ്ടായിരുന്നു. അകത്തുള്ളവർക്ക് പുറത്തു വരാനും പുറത്തുള്ളവർക്ക് അകത്ത് അല്ലെങ്കിൽ പൊതുവായിരിക്കാനുള്ള ഒരു സ്ഥലമായിരുന്നു കോലായ. അതിന്ന് നമുക്കില്ല. അതുപോലെ വായനശാലകൾ എന്നത് ഇന്ന് ഹോം ലൈബ്രറികളുടെയൊക്കെ വികസനം കൊണ്ട് കേവലം വായനശാലകളല്ല, അന്ന് ഇത് വലിയ പൊതു ഇടമായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ജനകീയമായ കാര്യങ്ങളെ ഈ ചർച്ചയുടെ പരിധിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ ടൂറിസം രംഗത്തൊക്കെ സാറ് കുറെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഡോക്ടർ വി വേണു. അപ്പൊ ഈ വളരെ വിദൂരത്തുള്ള ആളുകളും ഗ്രാമീണരും തമ്മിലുള്ള സംവാദം, ഇന്ററാക്ഷൻ സാധ്യമാക്കുന്ന തരത്തിലുള്ള വില്ലേജ് ടൂറിസം സംവിധാനങ്ങൾ ഇന്നുണ്ട്. അപ്പോ ഇന്ന് നമുക്ക് ഈ പൊതു ഇടങ്ങൾ അല്ലെങ്കിൽ ഈ ചർച്ചാ സ്ഥലങ്ങളൊക്കെ തന്നെ വളരെയേറെ ഇന്റർനാഷണലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, നോട്ട് ഓൺലി ലോക്കലൈസ്ഡ്. ഒന്നത്. രണ്ട്, ഈ നവമാധ്യമങ്ങളുടെ സാധ്യത, അതും ഗ്രൂപ്പ് കോൺഫറൻസ് കോളൊക്കെ ഉണ്ട്. അതും ഒരു പൊതു ഇടം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ പുതിയ പരിമിതപ്പെടുത്തുന്ന മേഖലകളിലും പുതിയ സാധ്യതകളുണ്ട്. ഈ നിലക്ക് കൂടി ചർച്ച വന്നാൽ നന്നായിരുന്നു. നിങ്ങളുടെ മേഖലയില് അത് വളരെ വിശാലവും ഉയർന്നതുമാണ്. അതിനെ അങ്ങേറ്റ ആദരവോടായി കണ്ടുകൊണ്ട് തന്നെ ഇത് പരിമിതപ്പെട്ടു പോയോ എന്നൊരു സംശയം ഉന്നയിക്കാം. അപ്പൊ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എടുത്തു കഴിയുമ്പോൾ ഇത് വളരെ വൈഡായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം ഒരു ആളുടെ എക്സ്പെർട്ടീസ് ഏരിയയിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തത് മോഡറേറ്റർ എന്നുള്ള നിലയിൽ എൻ്റെ തീരുമാനമായിരുന്നു. രണ്ടാമത്, ഡിജിറ്റൽ സ്പേസ് ഒരു വളരെ വ്യത്യസ്തമായ, അതിന് മാത്രം ഒരു നീണ്ട സെഷൻ വെക്കേണ്ടത് ഒരു മേഖലയാണ്. ഇന്ന് നടക്കുന്നത് അല്ലെങ്കിൽ നാളെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ആർക്കും ഗസ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ അതെന്തായാലും പ്രത്യേക സബ്ജക്റ്റായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷെ നമ്മൾ ഇപ്പോൾ ഏറ്റവും അധികം ഇൻസെൻസിറ്റീവായിട്ട് ഇരിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു വീട്ടിനൊരു കോലായി ഉണ്ടായിരുന്നു, പൊതുവായി ആർക്കും വന്നിരുന്ന് സംസാരിക്കാനും ഉള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ എല്ലാ വീടുകളും എല്ലാം വളരെ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയി പോവാണ്. പണ്ടൊരു തറവാടുണ്ടായിരുന്നു, പലർക്കും സ്പേസ് ഉണ്ട്. പക്ഷെ എല്ലാവരും വീടുണ്ടാക്കുമ്പോൾ എന്റെ സ്പേസ് അല്ലെ എന്റെ മകന്റെ സ്പേസ് അല്ലെങ്കിൽ അവർക്ക് തന്നെ അതിനുള്ളിലൊരു പേഴ്സണൽ സ്പേസ്, എനിക്ക് സിനിമ കാണാനുള്ള സ്പേസ് എന്നുള്ള നിലയിലേക്ക് ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പോയിന്റിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് കുറച്ചും കൂടി എങ്ങനെ ജനങ്ങളെ പൊതു ആയിട്ടുള്ള ഇടങ്ങൾ എങ്ങനെ സെൻസിറ്റൈസ് ചെയ്യാം, അവരാണ് ഇതിന് കാരണം. നമ്മൾ ഒരു ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ ഒരു പോളിസി മേക്കറോ അല്ല ശരിയായ, അവർക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റും കാര്യങ്ങൾ. പക്ഷെ അതിനുള്ള ഫോഴ്സ് വരേണ്ടത് പൊളിറ്റിക്കൽ വില്ലാണ്. ആ പൊളിറ്റിക്കൽ വിൽ വരുന്നത് ജനങ്ങളുടെ റെപ്രസെന്റേഷൻ കൊണ്ടാണ്, അവരുടെ പ്രഷർ കൊണ്ടാണെന്നുള്ളൊരു പോയിന്റ് പറഞ്ഞ് ഞാൻ എന്തായാലും ഈ ഒരു പോയിന്റ് എടുക്കുന്നതായിരിക്കും. ഈ ഒരു ചർച്ച ജനങ്ങളും ജനങ്ങളുടെ പൊതു ഇടങ്ങളും അതുപോലെ എങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു ഫെസ്റ്റിവൽ ഇങ്ങനെയുള്ള ഒരിടത്ത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അടുത്ത വർഷവും അടുത്ത ഇതിലും കൂടി നടക്കുന്നതിന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പറഞ്ഞോട് ആൻസർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ചിത്രകാരന്മാരുടെ കൂട്ടത്തിലുണ്ട്, ക്യാമ്പുകളൊക്കെ നടത്താറുണ്ട്.
എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ പല നല്ല ചിത്രകാരന്മാരും സാമ്പത്തികമായി വളരെ ദരിദ്രരാണ്. ഒരു പെയിന്റിങ് പോലും വിറ്റിട്ടില്ല, എങ്ങനെ വിൽക്കും ഒന്നും അറിയില്ല. അങ്ങനെ അത്തരം പെയിന്റർമാരുടെ ദാരിദ്ര്യം അകറ്റാൻ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ഒരു പൊട്ട ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോ വീട്, നാട്ടിലൊക്കെ കോടികളുടെ വീട് വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു certain പെർസെൻറ്റേജ് നല്ല പെയിന്റിങ്ങൾ വാങ്ങണമെന്നും നിർബന്ധം പിടിക്കുക, എന്നാലേ വീടിന് നമ്പർ തരുള്ളൂ എന്ന് പറയും. അപ്പൊ അത് വിൽപ്പന അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നത് ഓരോ സ്ഥലത്തുള്ള ആർട്ട് ഗാലറിയാണ്. മിക്കവാറും എല്ലാ പട്ടണങ്ങളിലും ആർട്ട് ഗാലറി ഉണ്ടാവും. അപ്പൊ അവർ മുഖേന അത് വിതരണം ചെയ്യുകയും ആ പൈസ ഈ ആർട്ടിസ്റ്റിന് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമോ? മൊത്തം പറയുകയാണെങ്കിൽ ഈ കലാകാരന്റെ ജീവിതം ഉയർത്താൻ സർക്കാരിനോ അല്ലെങ്കിൽ ഭരണസമിതിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. പിന്നെ ബോസിനോട് ഒരു ചെറിയ ചോദ്യം, ബിനാലെ, കൊച്ചിൻ ബിനാലെ എന്ന് തുടക്കുക എന്നുള്ളതൊന്നും പറയാൻ പറ്റുമോ? പിന്നെ ആർട്ടിസ്റ്റിന് ഏത് അങ്ങനെയല്ല നമ്മൾ പറയുന്നത്, ഇവിടെ നമ്മളൊരു പോസിബിലിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. നമുക്കൊരു സൊല്യൂഷൻ തരാൻ പറ്റില്ല. നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്ന പലരുടെയും പെർസ്പെക്റ്റീവ് കാണാൻ പറ്റും, നമ്മളുടെ എക്സ്പീരിയൻസ് പറയാൻ പറ്റും. എങ്ങനെ നടത്തണം, എന്ത് നടത്തണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള ഒരു വേദിയും കൂടിയായി ഇത് മാറാം. ഇപ്പൊ നിങ്ങളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു, അത് നമുക്ക് എനിക്ക് എൻ്റെതായ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കാം, ബോസിന് അതുണ്ടായിരിക്കാം. പക്ഷെ അത് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയല്ല ഇത്, ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. പക്ഷേ മേ ബി പറയാൻ പറ്റുന്നത്, ഇപ്പം കൊച്ചി ബിനാലെ എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോം, ഇങ്ങനെ ഒരു ആർട്ടിനും ഇതിനും വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്ലാറ്റ്ഫോം, ഒരു വ്യത്യസ്തമായ ഒരു തോട്ട് പ്രോസസ്സാണ്. അതുവരെ ആരും ചിന്തിക്കാത്തൊരു കാര്യം കേരളത്തിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം, അതിനെപ്പറ്റി വേണമെങ്കിൽ ഒരു 2 വാക്ക് പറയും. കൊച്ചി ബിനാലയുടെ അടുത്ത എഡിഷൻ 2025 12/12 ആരംഭിക്കും. അവസാനം അത് 31 മാർച്ച് 2026 വരെ, ഏകദേശം 111 ദിവസമാണ് അടുത്ത ബിനാലെ നടക്കുക. ഈ താങ്കൾ പറഞ്ഞത് ഈ സബ്ജക്റ്റുമായിട്ട്, അതായത് നമ്മളുടെ മെയിൻ സബ്ജക്റ്റുമായിട്ട് പൊതുവിടങ്ങൾ എന്നുള്ളൊരു ഭാഗവുമായിട്ട് അത് മോഡറേറ്റ് താങ്കൾക്ക് പറയാവുന്നതാണ്. ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് പ്ലേസ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ഇതിന്റെ ടൈറ്റില് പൊതുവിടങ്ങൾ ഇങ്ങനെ മതിയോ, എന്നിട്ട് 4 പുരുഷന്മാരിരുന്ന് സംസാരിക്കുന്നു. സ്ത്രീകളുടെ പൊതുവിടം എവിടെ? First question, and yeah, the English title is who does this public space belongs to, and the answer for me is men, because it's only men speaking about the public spaces, and the public spaces which we mentioned are കള്ളുഷാപ്പ്, ചായക്കട, ഇതൊക്കെ പുരുഷന്മാരുടെ പബ്ലിക് സ്പേസുകളാണ്. പിന്നെ ഇവിടെ പറഞ്ഞതെല്ലാം പുരുഷന്മാരുടെ വ്യൂസ് ആണ്. ഇറ്റ്സ് നോട്ട് എനി ലൈക്ക് വിമൺ എന്നുള്ള ഒരു സാധനം വന്നിട്ടേ ഇല്ല. അപ്പോ പാനൽ ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇതേപോലെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ there should be a woman or like there should be representation. Completely agree to this. നല്ലൊരു വിഷയമാണ് പൊതുവിടങ്ങൾ. എപ്പോഴും മനുഷ്യൻ്റെ ശ്വാസം പോലെ തന്നെ പ്രസക്തമാണ്. അപ്പോൾ ഞാൻ നിലമ്പൂരിൽ നിന്ന് വരികയാണ്, മലപ്പുറം ജില്ലയിൽ നിന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, ഇവിടുത്തെ പ്രകൃതി, ഈ മരങ്ങൾ, ഇപ്പോൾ ഈ വേദിയിലിരിക്കുന്നതൊക്കെ എനിക്ക് അപരിചിതരാണ്. പക്ഷേ ഒരു തലമുറയുടെ പൊതുവിടം ശീലിപ്പിച്ച ഒരു പൈതൃകമാണ് എന്നെ വയനാട് എൻ്റെ പ്രിയപ്പെട്ട ഇടമായത്. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായി മാറുന്നത്. ഇത് പുതിയ തലമുറയ്ക്കില്ല. ഇപ്പം നമ്മളെ ആർക്കിടെക്ട് സുഹൃത്ത് പറഞ്ഞ പോലെ എൻ്റെ, നിങ്ങളും പറഞ്ഞു, എൻ്റെ ഒരു റൂം ഉണ്ടാക്കുമ്പോൾ അത് സ്വകാര്യത, മക്കളുടെ ഈ സ്വകാര്യതയുടെ അതിപ്രസരമാണ് കേരളീയ സമൂഹത്തിനെ ഇന്ന് വല്ലാതെ വലിച്ചത്. നമുക്ക് ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ കോലായികളും ഇടങ്ങളും ഇല്ല, മതിൽ കേട്ട് നിഗൂഢതകളായി നമ്മൾ. നിഗൂഢതകൾ അല്ലെങ്കിൽ തന്നെ ഒരു നിഗൂഢമായ ആവരണം നമ്മുടെ ജീവിതത്തെ വലയം ചെയ്തു എന്നതൊരു വലിയ ദുരന്തമുണ്ട്. അപ്പോൾ ഈ മനുഷ്യർക്ക് തന്നെ, നമുക്ക് തന്നെയാണ് ഈ നഷ്ടബോധത്തെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാവേണ്ടത്.
പൊതുബോധം എന്നത് പൊതുസമൂഹം തന്നെയാണ് ഉണർന്ന് വർക്ക് ചെയ്യേണ്ടത് എന്നതാണ്. ഇതിലിപ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാരെ ഭരണകൂടത്തെ വേണു അദ്ദേഹത്തിനൊക്കെ പരിമിതികളുണ്ടാവും. ഭരണം എന്നാൽ തന്നെ അതൊരു പരിമിതമായ ഒരു മെഷീനറിയാണ്. അതിൻ്റെ ഉൽപ്പാദനത്തിനും പ്രൊഡ്യൂസിനും പരിമിതിയുണ്ട്. ജനം എന്നത് അത് സാഗരമാണ്, ഒരു സാഗര ശക്തിയാണ്. ആ സാഗര ശക്തിയെ ക്രിയാത്മകതയിലേക്ക് വഴിതിരിച്ചു വിടുക എന്നത് നാം ഓരോരുത്തരും നമ്മുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ നാം എവിടെ നിൽക്കുന്നു. നമ്മൾ വീട് വെക്കുക, നമ്മൾ ജീവിക്കുക എന്നതിനപ്പുറത്ത് എൻ്റെ സഹവാസി അയൽക്കാരനെ ഞാൻ എങ്ങനെ എന്താ ആപ്തവാക്യങ്ങളൊക്കെ നീ ഉടുത്തില്ലെങ്കിലും ഉടുപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ എന്നെ പോലെ എന്താ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരം തത്വങ്ങളൊക്കെ ജീവിതത്തിലേക്ക് നാം കൊണ്ടുവന്നാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. മറ്റേതൊക്കെ ചർച്ചയായിട്ട് കുറേ സമയം നഷ്ടപ്പെടുന്നു എന്നത് മാത്രമാണ്. ഏതായാലും വയനാട് ലിറ്ററേച്ചർ ഇങ്ങനെയൊരു വളരെ മനോഹരമായ അതുകൂടി എനിക്ക് പറയേണ്ടതായിട്ട് നിലമ്പൂരിലേക്ക് വീണ്ടും കടന്നു പോകുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളാണ്. അത് ഈ മണ്ണിൻ്റെ ഒരു പുണ്യം കൂടിയാവാം, ഇവിടുത്തെ മനുഷ്യൻ്റെ പുണ്യം കൂടിയാവാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നൽകുന്നു. നന്ദി, നമസ്കാരം. ഒരു പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ചതായിരുന്നു. ഒരു ചെറിയ കാര്യം മാത്രം പറയാം. നമ്മളിപ്പം ചുരുങ്ങി പോകുന്ന ഇടയിലാണ് കോഴിക്കോടിനെ നമ്മൾ പരാമർശിക്കേണ്ടി വരുന്നത്. സിറ്റി ഓഫ് ലിറ്ററേച്ചറായിട്ട് കോഴിക്കോടിനെ തിരഞ്ഞെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് കോഴിക്കോടിലെ പൊതുവിടങ്ങളാണ്. അത് തളി ക്ഷേത്രമാണെങ്കിലും നമ്മുടെ മിസ്കാൽ പള്ളി ആണെങ്കിലും കോഴിക്കോട് ഫ്രീഡം സ്ക്വയർ ആണെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച വിനോദ് സിറേക്കിനെ പോലുള്ള ആളുകൾ, പ്രദീപ് കുമാറിനെ പോലുള്ള ആളുകൾ, അങ്ങനെ ഭാവനാസമ്പന്നരായ ആളുകളുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പൊതുവിടങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായ മാതൃക കോഴിക്കോട് ഇപ്പം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തെ ഒരു കാര്യം, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് മാനന്തവാടിയിൽ 2 പാർക്കുകളുണ്ടായിരുന്നു. ഒന്ന് ഗാന്ധി പാർക്ക്, അത് യുവതക്കും അല്ലെങ്കിൽ പ്രായമായ ആൾക്കാർക്കും വേണ്ടി. നെഹ്റു പാർക്ക് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടി. ആ 2 പാർക്കുകളും പൊളിച്ചിട്ട് കെട്ടിടമുണ്ടാക്കി, പഞ്ചായത്ത് ഓഫീസ് ഉണ്ടാക്കി, നമ്മുടെ പാർക്കുകളൊക്കെ നശിപ്പിച്ചു. നമ്മളിപ്പോൾ പറയുമ്പോഴും ഞാനിപ്പോൾ ഇടപെടാൻ കാരണം നമുക്ക് ഇനിയും കനകക്കുന്ന് പോലെ, കോഴിക്കോട് ഫ്രീഡം സ്ക്വയർ പോലെ, അല്ലെങ്കിൽ തളി മഹാക്ഷേത്രം പോലെ, അല്ലെങ്കിൽ മിസ്കാൽ പള്ളി പോലെ വയനാട്ടിലെ വള്ളിയൂർക്കാവിനെയും മാറ്റിയെടുക്കാം. ഇപ്പം കഴിഞ്ഞ ഹോർത്തൂസിന് പോയപ്പം അവിടെ കേട്ട പ്രധാനപ്പെട്ട ചർച്ച കല്ലായിപ്പുഴയുടെ തീരങ്ങളിലുള്ള ഡസൻ കണക്കിന് ഓട് ഫാക്ടറികൾ നമ്മൾ ടൂറിസ്റ്റുകൾക്കും ബാക്കിയുള്ള ആളുകൾക്കും പൈതൃക സഞ്ചാരികൾക്കും വേണ്ടി മാറ്റിയെടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വള്ളിയൂർക്കാവ് എന്ന് പറയുന്ന നൂറ്റാണ്ടുകളായി ആളുകൾ കൂടുന്ന വലിയൊരു പൊതുവിടം, ആ പൊതുവിടത്തിലേക്ക് എങ്ങനെ നമുക്ക് കടന്നു കയറി അമ്പലത്തിലേക്ക് കയറി ചെല്ലാനല്ല, ആ ഇടത്തിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാം എന്നുകൂടി ഈ ഒരു ചർച്ചയ്ക്ക് വഴിവെച്ചാൽ നന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹം പറഞ്ഞതിന് അനുബന്ധമായിട്ട് പറയാം. നേരത്തെ വിനോദ് ശ്രീക്കും വേണു സാറും പറഞ്ഞു, പൊതുവിടങ്ങൾ വിനിയോഗിക്കപ്പെടുന്നതിൽ അത് ആ പൊതുജനങ്ങളുടെ കൂടി ഒരു അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ഇപ്പം നമ്മളെ വള്ളിയൂർക്കാവിനെ പറ്റി അദ്ദേഹം പറഞ്ഞു, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് 4.5 കോടി ഉപയോഗിച്ച് മലബാർ പൈതൃകം എന്ന് പറഞ്ഞ നിർമ്മിതി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 വർഷം മുൻപ് ടൂറിസം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇതുവരെ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിരുന്നത് മാത്രമല്ല, ആ പ്രദേശത്തിൻ്റെ മനോഹാരിതയും ഇത്രമാത്രം വലിയൊരു പൊതു ഇടമായിരുന്നു അത് നശിപ്പിക്കായിരുന്നു. അവിടെ ഒരാളുടെ അഭിപ്രായം ചോദിച്ചിട്ടില്ല. അതിൻ്റെ നിർമ്മാണത്തിൽ വൈകല്യമുണ്ട്. അതെല്ലാം ഒരു വെള്ളാന പോലെ ഇതുവരെ നമ്പർ കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനത്തിന് ആ ബിൽഡിങ്ങിന് നമ്പർ കൊടുക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഫിറ്റ്നസ്സും നിർമ്മിതിയിൽ പിറ്റപ്പാകാതെയാണ്. നമ്മുടെ പൊതു ധനമാണ്. ഇതേപോലെ പൊതു ഇടങ്ങൾ ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ പൊതുജനങ്ങൾ ഇടപെടുമ്പോൾ വലിയ തോതിലുള്ള എതിർപ്പാണ്. ഈ നിഷ്പക്ഷരായ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ അല്ലാതെ വിമർശനാത്മകമായിട്ട് ഇത് ഇന്ന പോലെ അല്ല വേണ്ടത് എന്ന രീതിയിൽ ഇടപെടുമ്പോൾ വലിയ തോതിലുള്ള എതിർപ്പും പ്രദേശത്തുള്ള ലോക്കൽ നേതാക്കന്മാരാണെങ്കിൽ പോലും ഒരു ശത്രുവായിട്ടാണ് വലിയ തോതിലുള്ളൊരു അനുഭവം. നേരത്തെ വേണു സാർ പറഞ്ഞു, പൊതു ഇടങ്ങൾ ഉപയോഗിക്കുന്നതിന് വലിയ ഉത്തരവാദിത്തമാണ് അവർക്ക് സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്. പക്ഷെ അത് ഉത്തരവാദിത്തമായിട്ടല്ല, തൽക്കാലത്തേക്കുള്ള 5 വർഷത്തേക്കുള്ള ഒരു അധികാര ഇളവെന്ന നിലയ്ക്കാണ് നമ്മുടെ ജനപ്രതിനിധികൾ ഉപയോഗിക്കുന്നത്. ഇത് ഇന്ന പോലെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അവരത് ആ ഒരു കാലം അവർക്ക് സുഖിക്കാനും അവർക്ക് ഉപയോഗിക്കാനും അവർക്ക് അധികാരമാണ് എന്ന് കാണിച്ചുകൊണ്ട് ആർഭാടത്തോടെ നടക്കാനും വേണ്ടിയുള്ള അവസരമായിട്ട് മാത്രം ഉപയോഗിക്കപ്പെടും. വലിയ നിരാശയാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെട്ട രീതിയിൽ നമ്മളെ പഞ്ചായത്ത് രാജ് നിയമമോ അതിൻ്റെ ഉത്തരവാദിത്തങ്ങളോ സംസ്കരിക്കപ്പെടുന്നില്ല എന്നുള്ളത്. ഈ 2 അനുഭവങ്ങൾ മാത്രമേ മാനന്തവാടി പശ്ചാത്തലത്തിലുകൊണ്ട് പറയുകയാണ്. ഇവിടെ ജനിച്ചു വളർന്ന ആളെന്ന നിലയ്ക്കും ഇവിടെ തന്നെ ഇവിടുത്തെ സർവ്വശ്വാസങ്ങളും സ്പന്ദനം അറിയുന്ന ആളെന്ന നിലയ്ക്ക് ഉള്ളൊരു അനുഭവം പറയുക. ഒറ്റ ചോദ്യം, ഈ കേരളം ഇങ്ങനെ കേരളമായി മാറിയത് പൊതു ഇടങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് കൊണ്ടുകൂടിയാണ്.
അത്തരം പൊതുവിടങ്ങളിലുള്ള ആളുകളുടെ പങ്കാളിത്തത്തിലും വലിയ വർധനവ് ഇടക്കാലത്തുണ്ടായിരുന്നു. അത്രയധികം പുറകോട്ടല്ലാത്ത ഭൂതകാലത്തിൽ അതിന് കുറവ് വരികയും ആളുകൾ സെക്ടറിസ്റ്റ് മാറുകയും ചെയ്തു. ജാതിയുടെയും മതത്തിൻ്റെ ഒക്കെ പേരിൽ വല്ലാതെ ചുരുങ്ങിപ്പോയപ്പോൾ അവിടെ ഏറ്റവുമേറെ ചോദ്യം ചെയ്യപ്പെട്ട ഒന്ന് വിദ്യാഭ്യാസ രംഗമാണ്. ആ വിദ്യാഭ്യാസ രംഗം വേണു സാറിന് മറുപടി പറയാൻ കഴിയും. വിദ്യാഭ്യാസ രംഗത്തേക്ക് നാം ആകെ ഇപ്പോൾ വീണ്ടും കുതിച്ചു വരുന്നത് അവിടെ സെക്യുലറിസത്തിൻ്റെയും ഡെമോക്രസിയുടെയും പുനഃസ്ഥാപനത്തിലൂടെയാണ്. അത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിങ് എന്നുള്ള ആളെന്ന നിലക്ക് ഈ ഒരു മാറ്റം പൊതു ഇടങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ അതുകൂടി പറയാതെ എങ്ങനെയാണ് ഈ ചർച്ച അവസാനിപ്പിക്കാൻ കഴിയുക? അതുകൊണ്ട് എൻ്റെ ചോദ്യം പൊതു ഇടങ്ങൾ ഇങ്ങനെ മതിയോ എന്നത് മാത്രമല്ല, പൊതു ഇടങ്ങൾ ഇങ്ങനെ മതിയോ എന്നുള്ള ചർച്ച ഇങ്ങനെ മതിയോ എന്നുള്ളതാണ്. നമ്മുടെ കൂട്ടുകുടുംബം അണുകുടുംബമായി മാറിയത് മുതൽ, ചന്തകളില്ലാതായത് മുതൽ, മറ്റെല്ലാ കടയായാലും കള്ളുഷാപ്പായാലും എല്ലാം ഇല്ലാതായത് നമ്മുടെ ആരുടെയെങ്കിലും മനസ്സിൽ വന്ന മാറ്റമല്ല. കേരളീയ സമൂഹം ഫ്യൂഡലിസത്തിൽ നിന്നും കംപ്ലീറ്റ് ക്യാപിറ്റലിസമായി മാറിക്കൊണ്ട് ഇന്ത്യയിൽ മുഴുവൻ ക്യാപിറ്റലിസ്റ്റായ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. അപ്പം ഇനി പൊതുവിടങ്ങളെ പഴയതുപോലെ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ ചരിത്രത്തെ പുറകോട്ട് നയിക്കലാണ്. അങ്ങനെ സാധ്യമാവില്ല. അവിടെയാണ് മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു പറഞ്ഞ ഒരു അഭിപ്രായം. പൊതു ഇടങ്ങൾ പുതുതായി ഉണ്ടാക്കണം, പഴയതിനെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ പഞ്ചായത്താണ്, പ്രാദേശിക സർക്കാരുകളാണ്. ഇപ്പോൾ പുതിയ പൊതുവിടത്തിന് ഏറ്റവും നല്ല മാതൃക മിഠായി തെരുവാണ് വാസ്തവത്തിൽ. അത് പോയി കണ്ടാലറിയാം. അതുപോലെ എല്ലാ പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷനിലായാലും വാർഡുകളിൽ പുതിയ മോഡൽ, ഈ ക്യാപിറ്റലിസ്റ്റ് സമൂഹത്തിലെ പുതിയ മോഡൽ പൊതുവിടങ്ങൾ എങ്ങനെ ഉണ്ടാക്കാമെന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അതെ, അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു പോയിന്റാണ് പറഞ്ഞത്. പൊതുവിടങ്ങൾ നമ്മൾ എപ്പോഴും പഴയ കാര്യങ്ങൾ ചിന്തിക്കാതെ അടുത്ത ഇൻവോൾവായി ഇപ്പോഴത്തെ നിലയ്ക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു വിഷയം നിങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഇപ്പം അവസാനമായിട്ട് പിന്നെ ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വയനാട് ലിറ്റററി ഫെസ്റ്റ് പൊതുജനങ്ങൾ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഒരു പ്രോഗ്രാമും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിൽ ഭാഗമായ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നതോടൊപ്പം അതിന് എന്തെങ്കിലും ഒരു സജഷൻ നമ്മുടെ മെമ്പേഴ്സിന് പറയാൻ പറ്റും. 1-2 പോയിന്റ്സ് ഈ ഒരു ഇത് കുറച്ചും കൂടി നല്ല ലെവൽ പോവാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഈ പറഞ്ഞ പോലെ സദസ്സിൽ നിന്ന് വന്ന എല്ലാ വളരെ പുരോഗമനപരമായ പോസിറ്റീവായിട്ടുള്ള എല്ലാ സജഷൻസും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സജഷനാണ് എന്ന് മാത്രമല്ല, ആക്ച്വലി ഇതൊരു എൻ്റെ തോന്നലില് ഈ രീതിയിലുള്ള ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു വിധത്തിൽ ലിമിറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു വലിയ ടോപ്പിക്കാണ് നമ്മൾ ഈ ചോദിച്ചതും നമ്മൾ ഉത്തരം പറയേണ്ടതും. അല്ലെങ്കിൽ അതിനൊരു ഉത്തരം എന്ന് പറയുന്നത് ഒരാൾ പറയേണ്ട ഉത്തരമാണെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പൊതുവെ ഉള്ള ഒരു സംഗതിയാണ്. അപ്പൊ അത് ഒരു സമന്വയത്തിന്റെ, ഒരു ആശയ സമന്വയത്തിന്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വരേണ്ട ഒരു സംഗതിയാണ്. അതിന് ഒരു ചോദ്യോത്തര ഒരിക്കലും നല്ല രീതിയിലുള്ള ഒരു സംഗതിയിലേക്ക് എത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കി മേ ബി ഇങ്ങനെയുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഒരു വർക്ക്ഷോപ്പ് ഒക്കെ പോലെ ഒരു ഹാഫ് ഡേ സെഷൻ, ഫുൾ ഡേ സെഷൻ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഇത്രയും ബൃഹത്തായ ടോപ്പിക്കുകളെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. 1. 2, ഞാൻ ആ സഹോദരി പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ഈ പറയുന്ന പാനലിസ്റ്റുകളിൽ എല്ലാവിധ ജെൻഡർ ഇക്വാലിറ്റികളും പാലിച്ചിട്ട് വേണം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചർച്ചകളിലേക്ക് കൊണ്ടുവരാൻ. ആണിടം, പെണ്ണിടം, പൊതുവിടം, എന്നിടം എന്നൊക്കെ പറയുന്ന ഇടങ്ങളെയെല്ലാം പല രീതികളിൽ സ്വാംശീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് അതാ ആ സഹോദരി പോയതിൽ എനിക്കും സങ്കടമുണ്ട്. ആക്ച്വലി അതാണ് ആ ചോദ്യവും ഉത്തരവും എന്ന് പറയുന്നത് ഒരു സംവാദമോ ആർഗ്യുമെന്റോ വാക്പോരോ അല്ല, മറിച്ച് ഒരു ആശയ തനിമയെ സ്വരുക്കൂട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയുടെ ഭാഗമാണ് എന്നുള്ള രീതിയിൽ ഒരുമിച്ചിരുന്ന് ചെയ്യേണ്ടതാണ്. ഒരു കേൾവിക്കാരും പ്രസംഗകരും എന്നുള്ളത് ഈ ഒരു ടോപ്പിക്കിന് ഒട്ടും ഉതകുന്നതല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു ആ സഹോദരിയോട് വീണ്ടും പറയണം, അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് പറയണം എന്ന് തോന്നുന്ന ഒരു കാര്യം, ഗവൺമെന്റിന്റെ തലത്തിലും ഈ പറയുന്ന ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും വലിയൊരു മാറ്റം ഈ പൊതുവിടങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്യാനും, അല്ലെങ്കിൽ ആ ചർച്ചയിലൂടെ പുതിയ നല്ല ഏറ്റവും അവസാനം പറഞ്ഞ സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ പുതിയ നൂറ്റാണ്ടിൽ, പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല പൊതുവിടങ്ങൾ ലഭിക്കാൻ സാധ്യമാവുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ പോളിസി എന്ന് പറയുന്നത് ഗവൺമെന്റ് എത്രയോ കാലങ്ങൾക്ക് ശേഷം പല ചർച്ചകൾക്ക് ശേഷം പല വൈദഗ്ധ്യമുള്ള ആൾക്കാരുടെ പല ഇരിപ്പുകളിലൂടെ ചർച്ചകളിലൂടെ കൊണ്ടുവന്ന അതിന്റെ ഒരു കരട് രൂപം ഗവൺമെന്റ് പോളിസിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനി ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും, അത് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും വാർഡ് തലങ്ങളിൽ വരെ
പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവരുടെ സ്ട്രാറ്റജിക് പോയിന്റുകളിലേക്ക് എത്തിയാൽ ഈ പറയുന്ന തലത്തിലുള്ള പൊതുവിടങ്ങളിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ സുഹൃത്ത് പള്ളിയൂർക്കാവിന്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ മറ്റു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഇതിനൊക്കെ ഒരു പരിധി വരെ നിയന്ത്രണങ്ങൾ ഉണ്ടാവുകയും അതിലൂടെ നമുക്ക് കുറെ കൂടി സാധ്യമായ രീതിയിൽ മുൻപോട്ടേക്ക് പോകാൻ ഈ കാലത്തിന് ഉതകുന്ന രീതിയിലുള്ള പൊതുവിടങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതിൽ നിർബന്ധമായും ആ ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ആയിട്ടുള്ള പൊതുവിടങ്ങൾ എന്നുള്ളതിൽ നിർബന്ധമായിട്ടും അതാണ് അതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള വരി തന്നെ. ആ ഡിസൈൻ പോളിസിയുടെ ആദ്യത്തെ വരിയിൽ തന്നെ ഇൻക്ലൂസിവിറ്റിയാണ് അടിവരയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഒരു ചർച്ചയിൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവസാനിപ്പിക്കുന്നത്. താങ്ക് യു. അപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി പറയുന്നു. വയനാട് ലിറ്റററി ഫെസ്റ്റിൻ്റെ പേരിലും ജനങ്ങളുടെ പേരിലും ഇതിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്ത എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. വളരെ സന്തോഷമുണ്ട്. ആ ഒരു പോയിന്റിൽ ഈ ഒരു സ്റ്റേജ് സക്സസ് ആയി എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും സൊല്യൂഷൻസ് വരുന്നതിന് മുമ്പ് ഒരു ഡയലോഗ് എപ്പോഴും ആവശ്യമാണ്. ഒരു ഫ്രിക്ഷൻ തീർന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെന്റ് വരുള്ളൂ. അതിനുള്ളൊരു വേദിയായി മാറാൻ കഴിഞ്ഞു എന്ന് സമാധാനിച്ചുകൊണ്ട് ഈ പരിപാടി ഞാൻ അവതാരിപ്പിക്കുന്നു. താങ്ക് യു.